കേക്കോ? ഓക്കെ അല്ലേ? ഓണല്ലേ? ഹലോ, ഓക്കെ ആണോ? ഫസ്റ്റ് ആദ്യം കാര്യം തന്നെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഇരുന്നാൽ ഇങ്ങനെയാണോ? ഓക്കെ. അപ്പം ഓക്കെ, ഒരു ഇത് കാണത്തില്ലേ? ടീഷർട്ടൊക്കെ ഇട്ട്. ഓക്കെ. സോ സൗണ്ട് ക്ലിയർ ആണ്, സ്ക്രീൻ ഓക്കെ ആണ്, എഴുതുന്നതൊക്കെ കാണാൻ പറ്റും, ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം എന്നോ? ഗുഡ് ഈവനിങ് അല്ലേ? ഓക്കെടാ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അല്ലേ? ശരിക്കും ഗുഡ് നൈറ്റ് ആയി അല്ലേ? ഗുഡ് നൈറ്റ് നമ്മൾ സാധാരണ പക്ഷെ ഉറങ്ങാൻ നേരത്ത് മാത്രമേ പറയാറുള്ളൂ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഒരുവിധം നമ്മൾ എല്ലാം പഠിച്ചു തീർന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻസിൽ എത്തേണ്ട ടൈം ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുവിധം അത്ര എത്തിയിട്ടുണ്ടെന്ന് പോകുന്നു. നമ്മുടെ ഷെഡ്യൂൾസ് എല്ലാം പക്ക ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. അത് ഫോളോ ചെയ്തൊരാൾക്ക് പേടിയില്ലാതെ, ഒട്ടും തന്നെ പേടിയില്ലാതെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ ഇമ്പ്രൂവ് ചെയ്യുന്നത് അത് കറക്റ്റ് ആയി പോയി ഫുൾ മാർക്ക് മേടിച്ച് തിരിച്ച് കൂളായി തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസാ. എത്രമാത്രം തിയറി പഠിച്ചു എന്നല്ല നോക്കേണ്ടത്, ആ പഠിച്ച സാധനത്തിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാ വേണ്ടത്. ഓൺ ആയിട്ടില്ല? ആണ്. ഓക്കെ. സോ എത്രമാത്രം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാ വേണ്ടത്. നമ്മൾ ഇനി എത്രയൊക്കെ പഠിച്ചാലും ഇവിടെ ഫൈനലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. സോ അതുപോലുള്ള നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻ്റെ ഇടയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. ഈ ഒരു പാറ്റേൺ എന്നും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നും ഈ സെയിം ക്വസ്റ്റ്യൻസേ അവർക്ക് ചോദിക്കാനുള്ളൂ. എല്ലാ ടൈപ്പിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന എല്ലാ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ്, ഈ ലൈവ് എന്റെ മക്കള് വൃത്തിയായിട്ട് കണ്ടിട്ട് പക്കാ ആയിട്ട് പോയി കഴിഞ്ഞാൽ ബയോളജിയുടെ, ബോട്ടണിയുടെ ഈ 4 ചാപ്റ്റേഴ്സ് വിൽ ബി വെരി ഓക്കെ. ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഫുൾ മാർക്കും മേടിച്ചിരിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 അല്ല 4 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ 4 ചാപ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് ഇതിപ്പോ ഞാൻ ഇതിനകത്ത് തന്നെ നമ്മൾ ആൻസേഴ്സും എഴുതും. സോ ആ ആൻസേഴ്സ് നിങ്ങൾക്ക് പിന്നീട് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണമെങ്കിൽ വീഡിയോ വന്ന് കാണുന്നതിനേക്കാളും എളുപ്പം ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങളെ കിട്ടുന്നതല്ലേ. സോ ഇതിന്റെ നോട്ട്സ് മാത്രമല്ല, ബാക്കിയുള്ള നമ്മളുടെ എല്ലാ നോട്ട്സും നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. സോ മറക്കരുത്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താഴെ ലിങ്ക് നോക്കുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം നോട്ട്സ് കിട്ടേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ് നോട്ട് കിട്ടേണ്ടത്. സോ ഉറപ്പായിട്ട് വാട്സ്ആപ്പ് ലിങ്കിൽ കയറാം. ക്ലിയർ? ഓക്കെ. ഓക്കെടാ. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ഇറ്റ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തി 5 കിങ്ഡംസ് ആയിട്ട് ആർഎച്ച് വിട്ടാഗ്രക്ക് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമൽ എന്ന് 5 കിങ്ഡം ഒക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഓരോ കിങ്ഡത്തിനെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതിൽ മെയിൻ ആയിട്ടും മൊണീറയും പ്രോട്ടിസ്റ്റയും ഫംഗൈ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ? സോ ഫസ്റ്റ് നോക്ക്, മൊണീറ. ഫസ്റ്റ് പെയർ നോക്കിയിട്ട് സെക്കൻഡ് പെയർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊണീറ എന്ന് പറയുന്ന ആളെ നോക്കിയിട്ട്, മൊണീറ എന്ന് പറയുന്ന ആളെ നോക്കിയിട്ട് അവർ പറയുന്നു അതൊരു പ്രോ കാരിയോട്ട് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടിസ്റ്റ ഡാഷ് എന്നാ ചോദിച്ചിരിക്കുന്നത്. മൊണീറ പ്രോ കാരിയോട്ട് മീൻസ് അത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഒരാളാ. സോ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആള് കൃത്യമായ ന്യൂക്ലിയസ് ഉള്ള യു കാരിയോട്ട് ആണ്. സോ മൊണീറ പ്രോകാരിയോട്ട് ആൻഡ് പ്രോട്ടിസ്റ്റ ഇസ് എ യൂകാരിയോട്ട്. വെരി ഗുഡ്, നിങ്ങൾ ഉത്തരം പറഞ്ഞു, ഐ എം ഹാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ളൂ. ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും അവര് സ്ഥിരമായി ചോദിക്കുന്നത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. മോസ്റ്റ് പ്രോബബ്ലി അതൊരു സിംഗിൾ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ചില സമയത്ത് ഭയങ്കര റയർ ആയിട്ട് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ടുള്ള 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഈ ചാപ്റ്ററിൽ നിന്നും സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പം നമുക്ക്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമു ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇൻ ഹിസ് ഹോം ഡ്യൂ ടു റീസൺ ഹൈക്ക് ഇൻ കോസ്റ്റ് ഓഫ് കുക്കിംഗ് ഗ്യാസ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ COST, കോസ്റ്റ്, വില കൂടിയുണ്ട്. കുക്കിംഗ് ഗ്യാസിന്റെ വില കൂടിയത് കാരണം രാമു വിചാരിച്ചു വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാം എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാമുവിനെ സഹായിക്കുന്നത് ഏത് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആയിരിക്കും? യെസ്, മെത്തനോജൻസ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിരുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞു യെസ്, മെത്തനോജൻസ് ആണ്
ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. മെത്തനോജൻസ് ഏത് ഗ്യാസാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബയോഗ്യാസിന്റെ മെയിൻ കമ്പോണന്റ് ആയ ഏത് ഗ്യാസാ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, മീഥേൻ ഗ്യാസ്. വെരി ഗുഡ്. ഞാൻ ഭയങ്കര ഹാപ്പി. നിങ്ങൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് നന്നായിട്ട് ഉത്തരങ്ങൾ പറയുന്നുണ്ട്, മിടുക്കര്. സോ ഏത് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചാൽ മെത്തനോജൻസും, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് ഗ്യാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഥേൻ ഗ്യാസും. ക്ലിയർ? ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നവരാ? യെസ്, ഇവർ വരുന്നത് മൊണീറയിൽ തന്നെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഈ മെത്തനോജൻസ്. ഓക്കെ ഓക്കേടാ. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിലേഷൻഷിപ്പ് നോക്കി ഫിൽ ചെയ്യാൻ. കാരണം ഇതുപോലത്തെ ക്വസ്റ്റൻ ചോദിക്കാം. കരോളസ് ലിനേസ് അല്ലെങ്കിൽ നമ്മൾ കാൾ ലിനേസ് എന്ന് പറയുന്ന വ്യക്തി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ RH വിറ്റാക്കർ എന്താ കണ്ടുപിടിച്ചത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ ചിന്തിക്കാനൊന്നുമില്ല. സ്പോട്ടിൽ നമ്മൾ എഴുതും RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്ത് ഡൗട്ട്? തെർമോ ആസിഡോഫൈൽസ് ഏത് ഗ്രൂപ്പിൽ വരുന്നവരാ? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് ഈ തെർമോ ആസിഡോഫൈൽസ്. അവര് എക്സ്ട്രീം ഹീറ്റ്, ദാറ്റ് മീൻസ് അവർ താമസിക്കുന്ന എക്സ്ട്രീം ഹീറ്റിലാണെങ്കിൽ ഹാലോഫൈൽസ് എന്ന് പറയുന്ന ഈ ആൾക്കാർ താമസിക്കുന്നത് എവിടാണ്? ഹാലോഫൈൽസ് ലിവ് ഇൻ എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. വെരി ഗുഡ്. അവര് എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ താമസിക്കുന്നവരാണ്. ഓക്കെ ഡൺ. എന്റെ മൊബൈൽ സൗണ്ട് ഉണ്ടാക്കുന്നത് കിടന്നു, ഓഫ് ചെയ്ത് നോക്കട്ടെ. 1 മാർക്ക്, 1/2 മാർക്ക് വീതമുള്ളൂ 2. കണ്ടോ, അവന് മാക്സിമം 1 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. നെക്സ്റ്റ്, ആർക്കി ബാക്ടീരിയ that can survive in hot springs. hot springs-ൽ താമസിക്കാൻ പറ്റിയ ആർക്കി ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. they are called yes തെർമോ ആസിഡോഫൈൽസ്. അവരെ വിളിക്കുന്ന പേരാണ് തെർമോ ആസിഡോഫൈൽസ്. സോ ആർക്കി ബാക്ടീരിയയെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ? സോ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇവിടെ ആയിട്ടൊന്ന് എഴുതുകയാണ്. നമ്മളുടെ മൊണീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമുക്ക് 2 ക്ലാസ് ആയിട്ട് തിരിക്കാം. ഒന്ന് ആർക്കി ബാക്ടീരിയയും ഒന്ന് യു ബാക്ടീരിയയും. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർക്കി ബാക്ടീരിയ ബേസ് ചെയ്താ. സോ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇവർക്ക് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഒരു പ്രിമിറ്റീവ് ബാക്ടീരിയ, ഇവർക്ക് ഭയങ്കര എക്സ്ട്രീം കണ്ടീഷനിൽ താമസിക്കാനുള്ള കഴിവുണ്ട്. സോ 3 ടൈപ്പ് ആർക്കി ബാക്ടീരിയ നമുക്കറിയാം. ഒന്നിന്റെ പേരാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്ന ആൾക്കാർ. രണ്ടാമത്തെ ബാക്ടീരിയൽ ഗ്രൂപ്പിന്റെ പേരാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നവര്. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് മെത്തനോജൻസ് എന്ന് പറയുന്നവര്. സോ ഈ 3 ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയയിൽ വരുന്നവര്. തെർമോ ആസിഡോഫൈൽസ് എവിടാ താമസിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ കണക്ക് ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കുന്നവരാണ് തെർമോ ആസിഡോഫൈൽസ്. ഹാലോഫൈൽസ് ആണെങ്കിലോ എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ താമസിക്കുന്നവര്. സോൾട്ടി ഏരിയാസിൽ താമസിക്കുന്നവര്. മെത്തനോജൻസ് മാർഷി ഏരിയാസിൽ താമസിക്കുന്നവര്. ഓക്കെ ക്ലിയർ? ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സോ ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഡൺ. നെക്സ്റ്റ്, അടുത്ത കിങ്ഡത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. മൊണീറ കഴിഞ്ഞ് പ്രോട്ടിസ്റ്റയിലുള്ള ഒരാളെയായി തന്നിട്ടുള്ളത്. ഞാൻ ക്ലൂ ആയിട്ട് പറഞ്ഞതാ. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് നെയിം ദ ഓർഗാനിസം. ഈ ഓർഗാനിസം ഏതാ? ഈ ഓർഗാനിസം നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനൊരു വലിയൊരു ഫ്ലജല്ല ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു ഫ്ലജല്ല ഉണ്ട്, പിന്നെ ചെറിയൊരു ഫ്ലജല്ല, 2 ഫ്ലജല്ല ഉണ്ട്. 2 ഫ്ലജല്ല ഉണ്ടെന്ന് പറഞ്ഞ് ഓടിക്കറി ഡൈനോ ഫ്ലജല്ലേക്കൊന്നും പറയരുത്. ഇവരുടെ ബോഡി കണ്ടാൽ അറിയാം ഈ ഷേപ്പിൽ ഇരിക്കുന്ന ആള്. their name is യൂഗ്ലീന. യെസ്, യൂഗ്ലീനയുടെ പടമാണ് തന്നിട്ടുള്ളത്. യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോ ശരിക്കും നിങ്ങളെ കോപ്പി അടിക്കുക. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുടനെ നിങ്ങൾ ഓക്കെ യൂഗ്ലീന നിങ്ങളെ കോപ്പി അടിക്കുന്ന പോലെ ഉണ്ട്. സോ യൂഗ്ലീനയാണ് തന്നിട്ടുള്ളത്. എന്റെ ക്വസ്റ്റ്യൻ ഇതല്ലാതെ വേറൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ചില ബാക്ടീരിയ, അതായത് ഈ യൂഗ്ലീനയുടെ ബോഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂഗ്ലീനയുടെ ബോഡിക്ക് ചുറ്റും ദാ ഇങ്ങനെ ഒരു ലെയർ കാണാറുണ്ട്. ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കാണാറുണ്ട്. ഈ പ്രോട്ടീൻ റിച്ച് ലെയറിന്റെ പേരെന്താണ്? പറഞ്ഞോ. യെസ്, ആ പ്രോട്ടീൻ റിച്ച് ലെയറിന്റെ പേരാണ് പെല്ലിക്കിൾ. സപ്പോസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അവർക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ അവരുടെ ബോഡിക്ക് ചുറ്റുമുണ്ട്. ദിറ്റ് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ബോഡി ഫ്ലെക്സിബിൾ ആക്കുന്നത് ഇറ്റ് ഇസ് കോൾഡ് പെല്ലിക്കിൾ. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? പ്രോട്ടിസ്റ്റയുടെ തന്നെ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ യൂഗ്ലീന? യെസ്, യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്ന ആൾക്കാരിൽ വരുന്നതാ. കറക്റ്റ്. നെക്സ്റ്റ്, പ്രോട്ടിസ്റ്റയിൽ തന്നെ വരുന്ന വേറൊരു ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞത്. അതായത് ഡയാറ്റംസും ഡെസ്മിഡ്സും വരുന്ന ഗ്രൂപ്പാണ് ഡൈനോഫ്ലജല്ലി.
ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അത് പ്രോട്ടിസ്റ്റയുടെ വേറൊരു ഗ്രൂപ്പാണ്. അതിൽ ഡയാറ്റംസിന്റെ കാര്യം സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ ആൻഡ് ദേ ആർ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ഒരുപാട് രീതിയിൽ അവർ യൂസ്ഫുൾ ആണ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. സോ എങ്ങനെയാണ് ഈ ഡയാറ്റംസ് യൂസ്ഫുൾ ആവുന്നത് എന്ന് വേണം നിങ്ങൾ പറയണം. സോ നമ്മൾ എന്ത് പറയണം? ഡയാറ്റംസിന്റെ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, ഫസ്റ്റ് എഴുതണം, ഡയാറ്റത്തിന്റെ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, എന്തുകൊണ്ടാ മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക. അവരെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സിലിക്ക കൊണ്ടാ. ദിസ് സിലിക്ക ഇസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ഇത് ഡിസ്ട്രക്ട് ചെയ്യാൻ, നശിപ്പിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. സോ ഇറ്റ് വിൽ ഫോം സെൽ വോൾ ഡെപ്പോസിറ്റ്സ് ഓവർ ഇയേഴ്സ്. വർഷങ്ങൾ കഴിയുന്തോറും ഇത് എന്ത് ചെയ്യും? ഈ സെൽ വോൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. ആൻഡ് ദിസ് ഡെപ്പോസിറ്റ് ഇസ് കോൾഡ്, എന്താ നമ്മൾ വിളിക്കുന്ന പേര്? ഇറ്റ് ഇസ് കോൾഡ് ഡയറ്റോമേഷ്യസ് എർത്ത് എന്നാ വിളിക്കുക. ഇതിനെ നമ്മൾ ഡയറ്റോമേഷ്യസ് എർത്ത് എന്നാ വിളിക്കുക. This diatomaceous earth is useful. ഈ diatomaceous earth എന്താ? It is useful. അത് it is useful. അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എങ്ങനെയാ ഇത് യൂസ്ഫുൾ ആവുന്നത്? It is used for filtration and polishing. ഫിൽട്രേഷന് വേണ്ടിയിട്ടും പോളിഷിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. That is why diatoms are useful to us എന്ന് പറയണം. ഓക്കെ, നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. Filtration of oils and syrups. Yes, very good. ക്ലിയർ ആണോ? സോ ഡയാറ്റംസിന്റെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞു. ക്ലിയർ? ഈ വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഡയാറ്റംസ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. കേട്ടോടാ? ക്ലിയർ? അതെ, ഡയറ്റോമേഷ്യസ് എർത്ത് എന്നുള്ള വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. സോ ടീച്ചേഴ്സ് ഇംപ്രസ്ഡ് ആവും. ആ കുട്ടി അതൊക്കെ അറിഞ്ഞുകൊണ്ട് എഴുതിയതല്ല, അല്ലാതെ അപ്പുറത്തും നോക്കി എഴുതുന്നതെല്ലാം ഒന്നും മനസ്സിലാവും. നെക്സ്റ്റ്, നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഇൻ ഫംഗൈ ഇസ് കോൾഡ്. ഫംഗൈ എന്ന് പറയുന്ന ആളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഫിലമെന്റസ് ആയിട്ട് കാണുന്ന. സോ അതിന്റെ ഓരോ ഫിലമെന്റിനെയും, ഈ ഓരോ ഫിലമെന്റിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഹൈഫേ എന്നാ വിളിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ഓഫ് ദിസ് ഹൈഫേ. ഇങ്ങനെ കുറെ ഹൈഫകൾ കൂടി ചേർന്ന് ഒരു നെറ്റ്വർക്ക് ഉണ്ടായാൽ ഇറ്റ് ഇസ് കോൾഡ്, എന്താ അതിനെ വിളിക്കുക നമ്മള്? മൈസീലിയം എന്നാ വിളിക്കുക, അല്ലെ? സിംഗിൾ വേർഡ്. കണ്ടോ, എല്ലാം വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ഡ്രോൺ ഹിയർ. ഇറ്റ് ഇസ് മൈസീലിയം. മൈസീലിയം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൈക്കോറൈസ. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഒന്ന് ലൈക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തത് മൈക്കോറൈസ. ഡിഫൈൻ മൈക്കോറൈസ, അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, ഹൗ ഇസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്. പ്ലാന്റ്സിന് എങ്ങനെയാണ് ഈ മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് പറയണം. സോ ഫസ്റ്റ് എഴുതേണ്ടത് മൈക്കോറൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എഴുതേണ്ടത് ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് എഴുതണം. സോ ഫസ്റ്റ് എഴുതേണ്ടത് ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? ഇവിടെ ഉള്ള ഫംഗസും roots of higher plants തമ്മിൽ. So it is the symbiotic association between fungus and roots of higher plants. Okay, clear ആണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് പാർട്ട് ഡിഫൈൻ മൈക്കോറൈസയ്ക്ക് 1 പോയിന്റും ഹൗസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ് എന്ന് പറയുന്നതിന് 1 മാർക്കും. സോ അങ്ങനെ 2 മാർക്ക് ടോട്ടൽ. ഫസ്റ്റ് മാർക്കിന് 1 മാർക്കിന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. നെക്സ്റ്റ്, ഹൗ ഇസ് ദ മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? It is helpful to plants by helping the plants to absorb water and minerals from the soil. So mycorrhiza ആ റൂട്ടുമായിട്ട് കൂടി ചേർന്നിരിക്കുമ്പോൾ റൂട്ടിന്റെ സർഫസ് ഏരിയ കൂടും. ഭയങ്കരമായിട്ട് സർഫസ് ഏരിയ കൂടും. അബ്സോർപ്ഷൻ ഉള്ള സർഫസ് ഏരിയ കൂടും. സോ സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതലായിട്ട് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ ആര് സഹായിക്കും? ആ ഫംഗസും കൂടി സഹായിക്കും. അങ്ങനെയാണ് മൈക്കോറൈസ പ്ലാന്റ്സിന് സഹായമാവുന്നത്. സോ ഹൗ ഇറ്റ് ഹെൽപ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ mycorrhiza will increase the surface area for absorption of water
and minerals by the plant. പ്ലാന്റിന് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടും. ദിസ് ഇസ് ഹൗ മൈക്രോറൈസ ഇസ് ഹെൽപ്ഫുൾ ഫോർ ദ പ്ലാന്റ്. സോ അത് അടുത്ത പോയിന്റാ. സോ അങ്ങനെ എഴുതണം. ഓക്കെ, ക്ലിയർ? 2 മാർക്കിന്റെ ക്വസ്റ്റനാ. സോ ഇത്ര എഴുതണം. ഞാൻ വെറുതെ പറഞ്ഞു വിടുകയല്ല, വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ മാത്രം എഴുതി വിടുകയല്ല. നിങ്ങൾ ഒരു എക്സാമിന് എങ്ങനെ എഴുതണോ അങ്ങനെ എഴുതേണ്ട ആൻസേഴ്സ് തന്നെ എഴുതി വിടുക. ഞാൻ ഒരു ടീച്ചർ ഇതൊക്കെ ഉണ്ടോ, ഈ വാക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. സർഫസ് ഏരിയ കൂട്ടുന്നത് എഴുതിയിട്ടുണ്ടോ, വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർപ്ഷൻ എഴുതിയിട്ടുണ്ടോ, ആ ടേംസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് അവർ നോക്കുക. അല്ലാതെ നിങ്ങൾ ഇനി ഒരു പോയിന്റും അറിഞ്ഞൂടാതെ ഒരു പാരഗ്രാഫ് മൊത്തവും എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ടു ദ പോയിന്റ്. സാധനം ഉണ്ടോ, അവർ ഉദ്ദേശിക്കുന്ന ആ പോയിന്റ് ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ. ആ പോയിന്റ് ഉണ്ടോ, മാർക്ക് കിട്ടു, ഫുൾ മാർക്ക് കിട്ടു. പിന്നെ വേറെ എന്തോ ഉണ്ടോ എന്ന് അവർ നോക്കുന്നില്ല. വലിച്ചു വാരിയെന്ന് എഴുതിയിട്ട് ഒരു കാര്യമില്ല. 30 മാർക്കിന്റെ ആ ക്വസ്റ്റ്യൻ, അതിനകത്ത് അവർ ആ 30 അല്ലെങ്കിൽ ഒരു 40 പോയിന്റ് ആയിരിക്കും നോക്കുക. ആ പോയിന്റ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, fill in the blanks. Write the algal component in lichen. ലൈക്കന്റെ ആൽഗൽ കമ്പണന്റിനെ പേരെന്താ വിളിക്കുക? is known as എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം algal component is called phycobiont. yes, correct, phycobiont. ലൈക്കൻ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാ. സോ ഞാൻ ലൈക്കനെ കുറിച്ചൊന്ന് പറയട്ടെ. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? 2 പേര് തമ്മിൽ, ആൽഗയും ഫംഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുക. ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് കോൾഡ് ഫൈക്കോബയോണ്ട് എന്നാ വിളിക്കുക. ഫംഗൽ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഇസ് കോൾഡ് മൈക്കോബയോണ്ട് എന്നാണ് ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേര്. ആണോ? ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നും ഇല്ല. യെസ്. ഇനി ആൽഗ എന്താ ചെയ്യുക? ആൽഗയാണ് പ്ലാന്റ്. സോ ഇറ്റ് വിൽ മേക്ക് ഫുഡ്. സോ ആൽഗ എന്ത് ചെയ്യും? ആൽഗ വിൽ പ്രിപ്പയർ ഫുഡ്. ആൽഗെ ഫുഡ് പ്രിപ്പയർ ആൻഡ് ഇറ്റ് വിൽ ഗിവ് ഇറ്റ് ടു ദ ഫംഗൈ. ഫംഗയ്ക്ക് കൊടുക്കും. ഫംഗ എന്ത് ചെയ്യും? ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് വിൽ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. വാട്ടറിനെയും മിനറൽസിനെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ഈ ആൽഗയ്ക്ക് താമസിക്കാനുള്ള ഷെൽട്ടറും ആര് പ്രൊവൈഡ് ചെയ്യും? ഈ ഫംഗൈ പ്രൊവൈഡ് ചെയ്യും. ഇതിന് രണ്ടിനെയും ആർക്ക് കൊടുക്കും? ഈ ഫംഗൈ ആൽഗയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ symbiotic association. It is lichen. Okay? Yes, okay. Choose the correct answer from the following. തന്നിരിക്കുന്നതിൽ correct answer options ഉണ്ട്. AIDS in human beings is caused by AIDS. അറിയാലോ? AIDS, acquired immunodeficiency syndrome. ഫുൾ ഫോം ഒന്നും അറിയണ്ട. AIDS നമുക്കറിയാം. AIDS മനുഷ്യൻ ഉണ്ടാക്കുന്നത് ഏത് ഓർഗാൻസോ? ബാക്ടീരിയ ആണോ ഉണ്ടാക്കുന്നത്? ഫംഗസ് ആണോ? വൈറസ് ആണോ? മൈക്കോപ്ലാസ്മയാണോ? ആരാ എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആള്? യെസ്, വൈറസ്. വൈറസ് ഏത് വൈറസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ HIV എന്ന് പറയുന്ന വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. സോ വൈറസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഓക്കെ, അവിടെ നിന്നോട്ടെ. സി. ഓക്കെ, സി. അമീൻ ഒരു 50 വട്ടം പറഞ്ഞിട്ട് സി ആണ്. ഓക്കെടാ, ഞാൻ ഇവിടെ മൈക്രോപ്ലാസ്മ കണ്ടതുകൊണ്ട് ചോദിക്കാം. മൈക്രോപ്ലാസ്മ ആരാ? മൈക്രോപ്ലാസ്മ. യെസ്, മൈക്രോപ്ലാസ്മയെ പറ്റി സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ആളാണ്. ഈ മൈക്രോപ്ലാസ്മയ്ക്ക് 4 പ്രത്യേകതയുണ്ട്. നമുക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് സെൽ എന്ന് പറയുന്നത് ഈ മൈക്രോപ്ലാസ്മയാണ്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആള്. ഇവർക്ക് സെൽ വോൾ ഉണ്ടോ? ഇല്ല. ഇവർക്ക് ആർക്കും തന്നെ സെൽ വോൾ ഇല്ല. ദേ കംപ്ലീറ്റ്ലി ലാക്സ് സെൽ വോൾ. ഇവർക്ക് ആർക്കും സെൽ വോൾ ഇല്ല. ഇനി സെൽ വോൾ ഇല്ല എന്ന് പറഞ്ഞ് ഇവർക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണോ വേണ്ടയോ? വേണ്ട. ഇവർക്ക് ആർക്കും ഓക്സിജൻ വേണ്ട. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ മൈക്രോപ്ലാസ്മ. ഫൈനലി ഒരു കാര്യം, ഇവരിങ്ങനെ സമാധാനശീലരായിട്ട് ജീവിക്കുന്നവരാണോ? ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവരാണോ? ഒരിക്കലും അല്ല. വെറും വൃത്തികെട്ടവന്മാരാ. എല്ലാവരും ഉപദ്രവിക്കുന്ന പത്തോജനിക് ആയിട്ടുള്ള, എല്ലാവർക്കും അസുഖം ഉണ്ടാക്കുന്ന പത്തോജനിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഏത് കിങ്ഡത്തിലാ വരുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ആരാ ഇത്? ഒരു ബാക്ടീരിയ ആണ്. സോ ഇവർ ഏത് കിങ്ഡത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്ഡം മൊണീറയിൽ വരുന്ന ആൾക്കാരാണ് ഈ മൈക്രോപ്ലാസ്മ എന്ന് പറയുന്ന ആൾക്കാർ. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, എന്റെ മക്കൾ ഓക്കെ ആണോ? യെസ്, എല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ മൈക്രോപ്ലാസ്മ പറഞ്ഞതിന് ഉത്തരം മൈക്രോപ്ലാസ്മ എന്ന് വിചാരിക്കരുത്. അതിന്റെ ഉത്തരം വൈറസ് തന്നെ. ഞാൻ മൈക്രോപ്ലാസ്മ അവിടെ കണ്ടോണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈക്കൻസ്. പിന്നെ ചോദിച്ചിരിക്കുക, ലൈക്കൻസ് ആർ ദ സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ആൽഗെ ആൻഡ് ഫംഗൈ. നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചില്ല, അവർ തന്നെ അങ്ങോട്ട് പറഞ്ഞു. ആൽഗയും ഫംഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ.
Okay, first question. What is symbiosis? എന്താണ് symbiosis? Symbiosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓർഗാനിസംസ് പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് symbiosis. ഇത് ഇംഗ്ലീഷിലാക്കി നമ്മൾ എഴുതണം. So what is symbiosis എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the mutually helping association, അല്ലെങ്കിൽ it is the association in which two organisms help each other and coexist together. അങ്ങനെ എഴുതാം. ഇപ്പോൾ ഒരു കുറച്ച് ഭംഗിയുള്ള സെൻസ് മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്നൊന്നും വേണ്ട. It is the association in which any two organism, ഏതെങ്കിലും രണ്ട് ഓർഗാനിസം mutually help and coexist together, ഒരുമിച്ച് ജീവിക്കുകയും കൂടെ ചെയ്യും. coexist together ഇങ്ങനെ എഴുതണം. ഓക്കെ, സോറി, ഇങ്ങനെ എഴുതണം. ഓക്കെ, ദിസ് ഇസ് symbiosis. അടുത്ത ക്വസ്റ്റ്യൻ, state the economic importance of lichens. lichensന്റെ economic importance ഉണ്ടോ? എന്തെങ്കിലും ഒരു economical importance ഉണ്ടോ? ഉണ്ട്. they are very good pollution indicators. അതാണ് അവർ economical. lichens are very good pollution indicators. ഒരു സ്ഥലത്ത് പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ ആർക്ക് പറ്റും? ഈ lichensന് പറ്റും. so they are very good pollution indicators. how? that is, lichens will not grow in polluted areas. ഒരു polluted areasൽ വളരത്തില്ല. സോ ഒരു സ്ഥലം പൊല്യൂട്ടഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ലൈക്കൻസ് ഇല്ല. ഇനി ലൈക്കൻസിനെ ഒരു സ്ഥലത്ത് കാണുന്നുണ്ടെങ്കിൽ ആ ഏരിയ പൊല്യൂട്ടഡ് അല്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇതാണ് അവരുടെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്, ഗുഡ്. നന്നായി പറയുന്നുണ്ട്. നല്ല മക്കൾ കേട്ടോ, നന്നായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാർ. നിങ്ങൾക്ക് എല്ലാം ഫുൾ മാർക്ക് ഉണ്ടാവൂടാ. ഉത്തരം പറയുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവും ഉറപ്പായിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, Five kingdom arrangement of organism was given by R.S. Whittaker. Yes, R.S. Whittaker. ഇവർ നമുക്ക് അറിയാവുന്നതൊക്കെ ഇങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുക അല്ലേ? സോ ഓക്കെ, R.S. Whittaker ആണ്. State the criteria followed by Whittaker for his classification. R.S. Whittaker എന്തൊക്കെ ക്ലാസിഫിക്കേഷന് വേണ്ടി എന്തൊക്കെ ക്രൈറ്റീരിയ യൂസ് ചെയ്തു എന്നാ ചോദിക്കുന്നത്. മെയിൻ ആയിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് അവരുടെ സെല്ലിന്റെ സ്ട്രക്ചർ. ഒരു മാർക്കിന് ചോദിച്ചതാ, ഏതെങ്കിലും 4 എഴുതിയാൽ മതിയടാ. ഒന്ന്, അവരുടെ സെല്ലിന്റെ സ്ട്രക്ചർ എന്നാന്ന് നോക്കി. 2, അവരുടെ ബോഡി എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, സെല്ലാണോ ടിഷ്യൂ ആണോ ഓർഗൻ ആണോ എന്നുള്ളത്. സോ രണ്ടാമത്തേതായിരുന്നു ബോഡി ഓർഗനൈസേഷൻ. മൂന്നാമത്തത് പിന്നെന്താ നോക്കിയത്, അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന്, മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരുന്നു അടുത്തത്. പിന്നെ നോക്കി അവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അടുത്തത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാന്ന് നോക്കി. ഇങ്ങനെ ഏതെങ്കിലും 4 എഴുതിയാൽ മതിയടാ. വേണമെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ എഴുതാം, വേണ്ട, 1 മാർക്കിന് മാക്സിമം 4 പോയിന്റ് മതി കേട്ടോ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറസസ് ആർ കോൾഡ് ദ ബയോളജിക്കൽ പസിൽ. കമന്റ്. വൈ വൈറസസ് ആർ കോൾഡ് ദ ബയോളജിക്കൽ പസിൽ. എന്തുകൊണ്ട് വൈറസിനെ ബയോളജിക്കൽ പസിൽ എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടാ മക്കളെ വൈറസിനെ ബയോളജിക്കൽ പസിൽ എന്ന് വിളിക്കുന്നത്? കാരണം വൈറസ് എന്ന് പറഞ്ഞില്ല, ബയോളജിക്കൽ പസിൽ എന്ന് പറഞ്ഞാൽ എന്താ, സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തോ ആയിട്ട് നിഗൂഢത, അതാ ഉദ്ദേശിക്കുന്നവർ. എന്തുകൊണ്ട് അതിനെ നിഗൂഢത എന്നൊക്കെ ഉദ്ദേശിക്കുന്നു എന്നാ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അർത്ഥം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വൈറസ് ഒരു ബോഡിക്ക് ഔട്ട്സൈഡ് ആയിട്ട്, നമ്മൾ അറിയുന്ന കൊറോണ വൈറസ് ബോഡിക്ക് ഔട്ട്സൈഡ്, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ടേബിളിന്റെ മുകളിൽ ഈ വൈറസ് ഇരിപ്പണമെന്ന് വിചാരിച്ചോ, നമ്മൾ അറിയാവുന്ന ആ കൊറോണ വൈറസ് ഇരിപ്പണമെന്ന് വിചാരിച്ചോ. ഈ കൊറോണ വൈറസിന് എന്നെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റുമോ? ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. ഇനി ആ ടേബിളിന്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് ഈ കൊറോണ വൈറസിന് പുതിയ കൊറോണ വൈറസുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ കൊറോണ വൈറസ് ഒരു ടേബിളിന്റെ പുറത്ത്, ഒരു സെല്ലിന് പുറത്ത് വെറുതെ ഇരിക്കുമ്പോൾ അതിന് പുതിയ വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അവർ ഇനേർട്ട് ആയിട്ടിരിക്കുന്ന ഒരാളാ പുറത്തിരിക്കുമ്പോൾ. പക്ഷേ എപ്പോഴെങ്കിലും ആ കൊറോണ വൈറസ് ഒരു ഹ്യൂമൻ സെല്ലിനുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ സെല്ലിന് ഡിവൈഡ് ചെയ്യാനുള്ള മെഷീനറീസ് ആ വൈറസ് അങ്ങോട്ട് എടുത്തിട്ട് ആ സെല്ലിനകത്ത് കിടന്ന് ചറപറ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഔട്ട്സൈഡ് സെൽ ഇനേർട്ട് ആയിട്ടിരിക്കുന്ന ഒരാള് ഇൻസൈഡ് സെല്ല് വരാൻ നേരത്ത് അലേർട്ട് ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓർ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ബയോളജിക്കൽ
പസിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ അത് കൃത്യമായൊരു സ്ട്രക്ചർ ഒന്നും ഉണ്ടോ? ഇല്ല. ദേ ഡോണ്ട് ഹാവ് എ സ്പെസിഫിക് സ്ട്രക്ചർ. അവർക്ക് അങ്ങനെ കൃത്യമായ സ്ട്രക്ചർ ഒന്നും ഇല്ല. ലിവിങ് സ്ട്രക്ചർ ഇല്ല അവർക്ക് കൃത്യമായിട്ടുള്ള. ഓക്കെ, ഡൺ. സോ വൈ ഇറ്റ് ഇസ് കോൾഡ് ബയോളജിക്കൽ പസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് വൈറസസ് while outside a living cell, ഒരു ലിവിങ് സെല്ലിന് പുറത്തിരിക്കുമ്പോൾ do not have the capacity to divide. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. But when inside a living cell, പക്ഷെ അവരെപ്പോഴെങ്കിലും ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ they will take up the machinery of the cell. They will take up the machinery of the cell and start multiplying inside the cell. ആ സെല്ലിനകത്ത് കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. Start multiplying inside the cell. Clear? That is why they are called. അവസാനം എഴുതിയിരിക്കുന്നത് that is why they are called biological puzzle. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതി വെക്കാം. They do not have a cellular structure എന്നും കൂടെ എഴുതണം. അവർക്കൊരു cellular structure ഉണ്ടോ? ഇല്ല. They don't have a cellular structure. Clear? ടീച്ചർ ഫ്ലാറ്റിന്റെ മോനെ, കൊച്ചിന് എന്തൊരു അറിവാന്നൊക്കെ വിചാരിക്കും മാം. നോക്കുന്ന ടീച്ചറെ എനിക്ക് വയ്യ, കൊച്ചിനെ ആരെ പഠിപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ദേവപ്രിയ ചേച്ചിയെ പഠിപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. അടുത്തോക്കടാ. an organism that completely lack a cell wall. കിട്ടി. വേറെ ക്വസ്റ്റ്യൻ വായിക്കണ്ട, കിട്ടി. ആരാള്? മൈക്കോപ്ലാസ്മ. completely lack cell wall. അടുത്തത്, it is known as the smallest non living cell. പിന്നെ മൈക്കോപ്ലാസ്മ. ഞാൻ ഉറച്ചുറച്ച് പറയുന്നു, മൈക്കോപ്ലാസ്മ. It can survive without oxygen. ഞാൻ പോണ്, ഇത്രയും പറയേണ്ട ആവശ്യമില്ല. മൈക്കോപ്ലാസ്മയാണോ നമുക്ക് അറിയത്തില്ലേ. സോ നെയിം ദി ഓർഗാനിസം. നോ ഡൗട്ട് ഇറ്റ് ഇസ് മൈക്കോപ്ലാസ്മ. ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഒക്കെ ആണോ ഇത്, അല്ലേ? നെക്സ്റ്റ്, must join for the notes. നോട്ട്സ് വേണ്ടേ? വെറുതെ ക്ലാസ് മാത്രം കേട്ടോണ്ടിരുന്നാ മതിയോ? പോരല്ലോ. എല്ലാ ചാപ്റ്ററിന്റെയും നോട്ട് വേണ്ടേ? എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട് വേണ്ടേ? വേഗം ജോയിൻ ചെയ്തു. താഴെ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ജോയിൻ ചെയ്യാം, നോട്ട്സ് എടുക്കാം. ഓക്കെ, നോട്ട് വേണോടാ, നമ്മൾ പഠിക്കാൻ എന്തിനും നോട്ട് വേണം. വെറുതെ കേട്ടാൽ മാത്രം പറയാം. ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതെടുക്കാം. So we successfully completed our first chapter. Coming to the second chapter. ഇത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തുള്ളൂ നിങ്ങൾക്ക്. ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അത്രയേ ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും ഇല്ല. നമ്മൾ അത്യാവശ്യം വന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ഓക്കെ അല്ലേ? ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചു, ഉത്തരം നിങ്ങൾ പറഞ്ഞു അല്ലേ? ഞാൻ വിചാരിച്ച ഞാൻ ഇവിടെ വന്ന് അങ്ങോട്ടും ഉത്തരം പറഞ്ഞു തരുമായിരിക്കും. എവിടുന്ന്? നിങ്ങൾ റിവിഷനും കഴിഞ്ഞ് വന്നിരിക്കുക, ചാറ പറയാൻ എനിക്ക് ഉത്തരം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേടാ? വാ നെക്സ്റ്റ്. ഇങ്ങനെ ഇന്ററാക്ടിങ് ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് തെറ്റ് വരുന്നാലും നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അപ്പൊ ഭയങ്കര സുഖമല്ലേ എനിക്ക്, എങ്ങനെ അല്ലേ? സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, പ്ലാന്റ് കിങ്ഡം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 3 കിങ്ഡം ഒക്കെ പഠിച്ചിട്ട് ഈ അടുത്ത ചാപ്റ്റർ ആയപ്പോഴത്തേക്ക് നമ്മൾ പ്ലാന്റ് കിങ്ഡം മാത്രം നോക്കുക. ഈ പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ 5 ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് ആൽഗെ, സെക്കൻഡ് ബ്രയോഫൈറ്റ്, മൂന്നാമത്തത് ടെറിഡോഫൈറ്റ്, നാലാമത്തത് ജിംനോസ്പേം ആൻഡ് ഫൈനലി ആൻജിയോസ്പേംസ്. അതിൽ ആൻജിയോസ്പേമിനെ നമുക്ക് വേണ്ട, എടുത്തു കളഞ്ഞ ടോപ്പിക്കാ. അതുപോലെ തന്നെ ആൻജിയോസ്പേമിന് ശേഷം കുറച്ച് ലൈഫ് സൈക്കിൾസ് പറഞ്ഞ പോർഷൻ ഉണ്ട്, അതും എടുത്തു കളഞ്ഞിരിക്കാം, നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് ആരൊക്കെയാ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം. ഈ 4 ആൾക്കാരെ മാത്രം മതി നമുക്ക്. അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദി റിലേഷൻഷിപ്പ്. അല്ല, ആൽഗെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ആൽഗെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഫസ്റ്റ് പെയർ നോക്കിയിട്ട് സെക്കൻഡ് പെയർ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽജിൻ, ബ്രൗൺ ആൽഗെ എന്ന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെരാജിൻ, ആൽജിൻ കിട്ടുന്നത് ബ്രൗൺ ആൽഗെ എന്നാ. സോ കെരാജിൻ എവിടെ നിന്ന് അവർ ചോദിക്കുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ. ആൽജിൻ, ബ്രൗൺ ആൽഗെ, കെരാജിൻ, റെഡ് ആൽഗെ. ഓക്കെ, റെഡ് പറയുന്നുണ്ട്. ഓക്കെ, റെഡ് ആൽഗെ. എടാ, ഈ ആൽഗയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ആൽഗൽ ക്ലാസസ് എന്ന് പറയുന്നത്. സോ ആൽഗൽ ക്ലാസസ്, ഈ ഒരു സാധനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ആൽഗൽ ക്ലാസസ്. സോ ആൽഗൽ ക്ലാസസിൽ ഓരോ ആൽഗൽ ക്ലാസിന്റെയും
കോമൺ നെയിം എന്താന്ന് അറിഞ്ഞിരിക്കണം. അവര് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പിഗ്മെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ആ കളറിൽ കാണുന്നത്. സോ അവരിൽ കാണുന്ന പിഗ്മെന്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അവര് ഒരു സ്പെഷ്യലൈസ്ഡ് ഫുഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ അവര് ഏതാണ് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അടുത്തത് ആൽഗയിൽ അറിയാനുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ആൽഗൽ യൂസസ്. ആൽഗയ്ക്ക് മാത്രമായിട്ടുള്ള സ്പെസിഫിക് യൂസസ് ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ആൽഗയിലുള്ള ഏറ്റവും മേജർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറേ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം 2 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത്. മാക്സിമം 2 മാർക്കാണ്. ഈ 2 മാർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് മാത്സ് ദ ഫോളോയിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്, ഉത്തരവും അവിടെ ഉണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. ആലോചിച്ചു പോലും ഉത്തരം കണ്ടുപിടിക്കണ്ട. ഉത്തരം അതിന്റെ മുന്നിലുണ്ട്, അത് ജസ്റ്റ് എടുത്തെഴുതിയാൽ മതി. മാത്സ് ദ ഫോളോയിങ് പോലെ വേറെ ഒരു സംഭവം ഇല്ല. അതുപോലെ തന്നെ മറ്റേ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുന്ന സമയത്തെ കുറേ സാധനങ്ങൾ തരും. അതിൽ റൂട്ടിന്റെ ഏത് സ്റ്റെമ്മിന്റെ ഏതെന്ന് അതും ആലോചിച്ച് എഴുതിയൊന്നും വേണ്ട. സാധനങ്ങൾ തന്നിട്ടുണ്ട്, എടുത്തെഴുതിയാൽ മാത്രം മതി. ഭയങ്കര സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്കോറിംഗ് മാർക്കുകളാണ്. ഓക്കെ, സോ നോക്ക്, പ്രോതാലസ്. വാട്ട് ഇസ് ദിസ് പ്രോതാലസ്? പ്രോതാലസ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ കാണുന്നത്? ആൽഗെ ആണോ, ബ്രയോഫൈറ്റ് ആണോ, ടെറിഡോഫൈറ്റ് ആണോ, ജിംനോസ്പേം ആണോ? യെസ്, ടെറിഡോഫൈറ്റ്. പ്രോതാലസ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാ. സോ പ്രോതാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. ഞാൻ ഇത് എക്സ്ട്രാ ആയിട്ട് ടെറിഡോഫൈറ്റ് എന്ന് എഴുതുന്നത് ക്വസ്റ്റ്യൻ തെറ്റായോണ്ടല്ല, നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാ ദ താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഇസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. അപ്പൊ എഴുതണം ദ താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഇസ് കോൾഡ് പ്രോതാലസ് എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരാളുണ്ട്, ദാ പ്രോട്ടോണിമ. പ്രോട്ടോണിമ ആരാ? ഇറ്റ് ഇസ് ദി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. മോസസിന്റെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിനെ വിളിക്കുന്നത്. ഇവിടെ മോസസ് തന്നിട്ടുണ്ട്. സോ മോസസിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിമ ഇറ്റ് ഇസ് ദി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ക്ലിയർ? ഓക്കെ, കോറലോയിഡ് റൂട്ട്സ് ആരിലാ കാണുന്നത്? എന്താ ഈ കോറലോയിഡ് റൂട്ട്സ്? ഒരു സിംബയോട്ടിക് അസോസിയേഷനാ. ആരൊക്കെ തമ്മില്? ജിംനോസ്പേമിന്റെ റൂട്ടും അതുപോലെ തന്നെ സയനോ ബാക്ടീരിയം ആയിട്ടുള്ള ഇതാണ്. സോ കോറലോയിഡ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ, മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആവുന്നില്ലല്ലോ, ഇറ്റ് ഇസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ജിംനോസ്പേംസ് പ്ലസ് സയനോ ബാക്ടീരിയ. അയ്യോ, എന്റെ നിബ് അകത്ത് പോയോ? കുഴപ്പമില്ല. എഴുതുന്നതൊക്കെ വൃത്തിയായിട്ട് കാണാൻ പോരാ, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, സോ കോറലോയിഡ് റൂട്ട് എവിടെ കാണാം? സൈക്കസിലാ കാണാം. ഇതുപോലെ തന്നെ മൈക്കോറൈസ എവിടെ പഠിക്കും? മൈക്കോറൈസ എവിടെ കാണാം? പൈനസിലാ കാണാം. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത് അത് ആരുടെ സ്റ്റോർഡ് ഫുഡാ? റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡാ. അതാണ് അവർ റെഡ് ആൽഗെ തന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, എനിക്ക് കണ്ണു കാണുന്നില്ല കേട്ടോ. ഇവിടുന്ന് വായിച്ചിട്ട് എനിക്ക് കറക്റ്റ്, ഞാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്യട്ടെ, എങ്കിലേ നിങ്ങളെ മെസ്സേജസ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ മെസ്സേജ് കാണാൻ പറ്റില്ലടാ. എനിക്ക് ശരിക്കും ഭയങ്കര പവറുള്ള ആളാണേ, കണ്ണടയുള്ള ആളാ. പക്ഷെ ഞാൻ കണ്ണട വെക്കത്തില്ല. കണ്ണട വെച്ചാൽ എന്നെ ഒരുമാതിരി പൊട്ടക്കണ്ണിനൊക്കെ തോന്നുന്നു പറഞ്ഞാൽ കണ്ണട വെക്കത്തില്ല. അങ്ങനെ പവർ കൂടി ഒരു കണ്ണിനേ ഉള്ളൂ. ഈ ലെഫ്റ്റിന് മാത്രമേ ഉള്ളൂ, റൈറ്റിന് ഇല്ല. എനിക്ക് നിങ്ങൾ എന്താ പറയുന്നതെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഓ മിസ് നാശാക്കി എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പെണ്ണ് നാശാക്കി എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, മിസ് എന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താ ആടെ ഐഫോണാ? കൊള്ളാല്ലേ? ശരി. സോ നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഈ ഡയഗ്രാം അവർക്ക് തന്നെ ചോദിച്ചിട്ട് ഒരു മടുപ്പില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് പുതിയ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചൂടെന്ന് വരെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഇടുന്നവരോട് ചോദിക്കണമെന്ന്. എല്ലാ വർഷവും ഈ ഡയഗ്രാം തന്നെ, അവർക്കൊന്ന് മാറ്റി പിടിച്ചൂടെ? ഈ ഡയഗ്രാം തന്നെ സ്ഥിരം ചോദിക്കുന്നത്. സോ നോക്കാം, ഈ ഡയഗ്രാം തരും. ഈ ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ദ ബ്രയോഫൈറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് ബ്രയോഫൈറ്റാ? ബ്രയോഫൈറ്റ് ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞു. ഇത് ഏത് ബ്രയോഫൈറ്റാ? യെസ്, ഫ്യൂണേറിയ എന്ന് പറയുന്ന ആളെയാണ് കാണിച്ചിട്ടുള്ളത്. സോ ഫ്യൂണേറിയ ആണ് ഈ തന്നിട്ടുള്ള ആള്. ഓക്കെ,
Label the parts A, B and C. ഏതൊക്കെയാ പാർട്സ് എ ബി ആൻഡ് സി? എ എന്ന് പറയുമ്പോൾ ഈ റൂട്ട് പോലെ തന്നിട്ടുള്ള പാർട്സ് ആ പാർട്ട് റൂട്ട് അല്ല, ഇറ്റ് ഇസ് റൂട്ട് ലൈക്ക് ഓർഗൻ. അതിന്റെ പേരാണ് റൈസോയിഡ്സ്. ഓക്കെ ഓക്കെ, റൈസോയിഡ്സ് ആണ് എ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ് അവരുടെ ഗാമറ്റോഫൈറ്റും, ബാക്കി ഇത്രയും പോർഷൻ ആണ് അവരുടെ സ്പോറോഫൈറ്റും. ആ സ്പോറോഫൈറ്റിന്റെ ആ സ്റ്റോക്ക് പോലുള്ള പോർഷൻ അതാണ് ബി. ബി എന്താ? ബി ആണ് സീറ്റ. ഇനി ഈ മേളിലുള്ളത് ഈ ഉണ്ട പോലുള്ള പോർഷൻ, അതിനകത്താണ് സ്പോർസ് ഉണ്ടാവുന്നത്, അതാണ് സി. അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇനി വേറൊരു പോർഷൻ ഉണ്ട്, ഞാൻ എന്താ എക്സ്ട്രാ ആയിട്ട് കാണിച്ചു തരികയാണ്. ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇതിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് വിളിക്കുക. അതായത് ഈ സ്പോറോഫൈറ്റ് ആ ഗാമറ്റോഫൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഫൂട്ട്. ഈ ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളും ഈ 3 പോർഷനും കൂടാണ് അവരുടെ സ്പോറോഫൈറ്റ് ബോഡി എന്ന് പറയുന്നത്. മറ്റേത് അവരുടെ ഗാമറ്റോഫൈറ്റിക് ബോഡി. ക്ലിയർ? ഓക്കെ, ഡൺ. ഭയങ്കര സിമ്പിൾ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. അല്ലാതെ വേറൊരു ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാടാ. ചിലപ്പോൾ അവർ ഈ ഗാമറ്റോഫൈറ്റ് എന്നുള്ള തരത്തില്ല, ഐഡന്റിഫൈ ദ ഫേസ് മാർക്ക്ഡ് ആസ് എ എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോൾ അത് ഗാമറ്റോഫൈറ്റ് ആണ്, മേളിലുള്ളത് ആ സ്പോറോഫൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് സിമ്പിൾ. വോൾവോക്സ് ആൽഗെ ആണോ, ബ്രയോഫൈറ്റ് ആണോ, ജിംനോസ്പേം ആണോ, ടെറിഡോഫൈറ്റ് ആണോ? വോൾവോക്സ് കൊളോണിയൽ ആൽഗെ, സോ വോൾവോക്സ് ഇസ് ആൽഗെ. പൈനസ് ജിംനോസ്പേം, ഡൗട്ട് ഒന്നുമില്ല, പൈനസ് ജിംനോസ്പേം. സാൽവീനിയ, സെലാജിനെല്ലയും സാൽവീനിയ, ഈ പേരുകൾ നമ്മൾ ഒരുമിച്ചാ പഠിക്കുക. രണ്ടുപേരും ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്, വേണ്ട സാൽവീനിയ ടെറിഡോഫൈറ്റ്. മാർക്കാൻഷ്യ ഫ്യൂണേറിയയും ബ്രയോഫൈറ്റിൽ വരുന്ന ആൾക്കാർ, വേണ്ട മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്. നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതൊക്കെയാണെന്ന് പേര് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ആ നെയിം മാത്രം എഴുതിയിരുന്നാൽ മതി. മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം. ഫീമെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം. കഴിഞ്ഞു. 2 മാർക്ക്. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് 2 മാർക്ക് ആയിപ്പോ കേട്ടോ. 2021 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്. അഗർ is a commercial product obtained from algae. So algae നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ അഗർ എന്ന് പറയുന്നത്. Name one algae from which this agar is obtained. So agar algae നിന്നാ കിട്ടുന്നത്. ഏതൊക്കെ algae നിന്നാ കിട്ടുന്നത്? ഏതെങ്കിലും ഒരു algae എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ രണ്ടും ഇപ്പൊ പറഞ്ഞുതരാം. ഏതൊക്കെ രണ്ടും? ഒന്ന് ജലീഡിയവും രണ്ടാമത്തെ algaeയുടെ പേര് ഗ്രാസിലേറിയം. സോ ഗ്രാസിലേറിയം ജലീഡിയത്തിൽ നിന്നാണ് നമുക്ക് അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ കിട്ടുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write any one use of agar. Okay, agar ഗ്രാസിലേറിയം ജലീഡിയത്തിൽ നിന്ന് കിട്ടുന്നു. What is the use of this agar? അഗർ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉള്ളതാണോ? ഒരുപാട് ഉപയോഗമുണ്ട്. ഒന്ന്, agar can be used to grow microbes. മൈക്രോബ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് agar യൂസ് ചെയ്യാം. പിന്നെ agar എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? It can be used to make ice creams and jellies. ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? ഐസ്ക്രീം രണ്ടും ഒരുമിച്ചായി പോയി. ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീംസും ജെല്ലീസും ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ക്ലിയർ? 2 മാർക്ക്. ഏതെങ്കിലും ഒരു ആൽഗെ അവർ ചോദിച്ചിട്ടുള്ളൂ, 2 എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ്. Which plant is known as the amphibian of plant kingdom? ഇതും അവർക്ക് ഇതുവരെ ചോദിച്ചിട്ട് മടുക്കാത്തൊരു ക്വസ്റ്റൻ ആണ്. Which plant is known as the amphibians of plant kingdom? ഏത് പ്ലാന്റിനെയാ? യെസ്, ഏത് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ bryophytes are called the amphibians of plant kingdom. Why? 2 മാർക്കിന് ക്വസ്റ്റനാ. സോ വൈ എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗിവ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്? വൈ? എന്തുകൊണ്ടാ? ബിക്കോസ് അവര് താമസിക്കുന്നത് സോയിലാണെങ്കിൽ പോലും they need water for their sexual reproduction. That is why they are called amphibians of plant kingdom. So reason എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ these bryophytes live in soil. അവർ താമസിക്കുന്നത് സോയിലാണ്. But they need water for their sexual reproduction.
ആ സൗണ്ട് ഇച്ചിരി കുറയ്ക്കും, എനിക്ക് ഭയങ്കര കേൾക്കുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും അവർ സ്ഥിരമായി ചോദിച്ചിട്ട് അവർക്ക് തന്നെ മടുക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെലാസിനെല്ല ആൻഡ് സാൽവിനിയ രണ്ടുപേരും ഏത് ഗ്രൂപ്പിൽ വരുന്നവരാ? യെസ്, ടെറിഡോഫൈറ്റ്സ്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ heterosporous pteridophytes. So the Selacinella and Salvinia show a unique feature in their spore production. ഒരു സ്പോർ പ്രൊഡക്ഷനിൽ എന്തോ ഒരു യുണീക് ഫീച്ചർ ഈ സെലാസിനെല്ലയും സാൽവിനിയയും കാണിക്കും. എന്താണത്? വാട്ട് ഇസ് ദിസ് ഫീച്ചർ? അതാണ് എ. എന്താ ഫീച്ചർ? നമ്മളിപ്പോ പറഞ്ഞു. എന്താ ഫീച്ചർ? യെസ്, ഹെട്രോസ്പോറി എന്ന് പറയുന്നതാണ് ആ ഫീച്ചർ. ഹെറ്ററോസ്പോറി, അതാണ് അവരുടെ യുണീക് ഫീച്ചർ എന്ന് പറയുന്നത്. സോ കമന്റ് ഓൺ സിഗ്നിഫിക്കൻസ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താടാ? എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഹെട്രോസ്പോറിയുടെ സിഗ്നിഫിക്കൻസ് എന്താ? എന്താ ഹെട്രോസ്പോറിയുടെ സിഗ്നിഫിക്കൻസ്? ഹെട്രോസ്പോറി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും ഹയർ പ്ലാന്റ്സ് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹെട്രോസ്പോറി എന്ന് പറയുന്നത്. അതായത് ഇവരുടെ എംബ്രിയോ ഉണ്ടാവുന്നത് എവിടാ? ഇവരുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനകത്ത് എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ അവരുടെ മെയിൻ സ്പോറോഫൈറ്റ് ബോഡിയിൽ റീറ്റെയിൻ ചെയ്യും. ഇത് ആർഡിൽ നടക്കുന്ന, ഇത് ഹയർ പ്ലാന്റ്സിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൽ കാണിക്കുന്ന പരിപാടിയാണ്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറ്റ് ഇസ് എ പ്രീകഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്നാ വിളിക്കുക. സോ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. ക്ലിയർ? സോ എഴുതണം, കമന്റ് ഓൺ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ എഴുതണം. ഹിയർ the female gametophyte with the embryo is retained inside. എവിടെ retain ചെയ്യുന്ന? It is retained inside the parent sporophyte. സ്പോറോഫൈറ്റിന്റെ ഉള്ളില് ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ റീറ്റെയിൻ ചെയ്യും. എത്ര കാലത്തേക്ക്? ഫോർ വേരിയബിൾ പീരീഡ്. വേരിയബിൾ പീരീഡിലേക്ക് അതിനെ റീറ്റെയിൻ ചെയ്യും. This is called a precursor to seed habit. ഇതിനെ precursor to seed habit എന്ന് പറയാം. This is the significance. ഇത് ശരിക്കും ആരാ കാണിക്കുക? higher plants, seed producing ആയിട്ടുള്ള higher plants കാണിക്കുന്നതാ. So it is an important step in. So this is an important step in എവിടെയുള്ളയാ? important step in evolution. evolution ശരിക്കും ഒരു എവിഡൻസ് തരുന്ന സാധനമാണിത്. ഓക്കെ, ക്ലിയർ? ഇതൊക്കെ എഴുതി മതി, ഇത്രയൊക്കെ മാക്സിമം ഇത്രയൊക്കെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, നേരത്തെ തന്ന പടം അതേപോലെ, പക്ഷെ ക്വസ്റ്റ്യൻ മാറി. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഗിവൺ ബിലോ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഇറ്റ് ഷോസ് 2 phases in the life of a plant. ഇതേതാ പ്ലാന്റ്? പ്ലാന്റിന്റെ പേര് ഫ്യൂണേറിയ, പക്ഷെ ഒരു പ്ലാന്റിന്റെ പേര് ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചിരിക്കുന്നത് അവര് ഫേസ് ഇസ് മാർക്ക്ഡ് ആസ് എ എന്ന് പറഞ്ഞതാ ഒരു ഫേസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഫേസ്. സോ ഞാൻ പറഞ്ഞു ഇവരുടെ മെയിൻ ആ മണ്ണിൽ പിടിച്ചിരിക്കുന്ന ഫേസ് ആണ് അവരുടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഫേസ്. ഇനി അതിന്റെ മുകളിലുള്ള എ എന്ന് പറയുന്ന ആ ഫേസ് ആണ് അവരുടെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഫേസ്. സോ മാർക്ക്ഡ് ആസ് എ ആയിട്ടുള്ളത് ഏത് ഫേസാ? അവരുടെ സ്പോറോഫൈറ്റ് ഫേസ് ആണ് ഈ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഫേസ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, റൈറ്റ് എനി 2 peculiarities of this stage. ദിസ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ എ ആ, അതായത് ഈ സ്പോറോഫൈറ്റ് സ്റ്റേജിനെയാണ് ഏതെങ്കിലും പെക്യുലാരിറ്റി പറയാൻ പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, ഇവരുടെ ഈ സ്പോറോഫൈറ്റ് ബോഡിക്ക് തന്നെ നിൽക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല, തന്നെ നിൽക്കാൻ കഴിവുണ്ടായിരുന്നേ മണ്ണിൽ നിൽക്കത്തില്ലായിരുന്നോ? ഇതിപ്പോ എവിടെ നിൽക്കുന്നത്? അവരുടെ ഗാമറ്റോഫൈറ്റ് ബോഡിയിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ? സോ അതിന് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിവില്ലാത്ത ഒരാളാ. സോ അതിന്റെ ഒന്നാമത്തെ പെക്യുലാരിറ്റി ആണ് ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഗാമറ്റോഫൈറ്റ്. ആ ഗാമറ്റോഫൈറ്റിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാൻ മാത്രം കഴിവുള്ള ഒരാളാണ് ആര്? അതിന്റെ സ്പോറോഫൈറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരാൾ. ഈ സ്പോറോഫൈറ്റ് സ്റ്റേജിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്പോർസ്. ആ പേര് പോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ്. സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആ സ്പോറോഫൈറ്റ് ബോഡി. ഇനി അതിന് എത്ര പാർട്സ് ഉണ്ട്? 2 ചോദിച്ചില്ല, എന്നാലും ഞാൻ ബാക്കി കൂടെ എഴുതുകയാണ്. അതിന് എത്ര പാർട്സ് ഉണ്ട്? 3 പാർട്സ് ഉണ്ട്. ഇറ്റ് ഹാസ്
3 പാർട്സ്. ഏതൊക്കെയാണ് ആ 3 പാർട്സ്? ഫൂട്ട് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, സീറ്റ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. ഇനി ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ആള് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണോ ഹാപ്ലോയിഡ് സ്റ്റേജ് ആണോ? ഡിപ്ലോയിഡ് സ്റ്റേജ് ആ. സോ നാലാമത്തെ ആയിട്ട് എഴുതണം, ഇറ്റ് ഈസ് ദി ഡിപ്ലോയിഡ് ഫേസ് എന്ന് എഴുതണം. ക്ലിയർ? ഈ 4 പോയിന്റുകൾ എഴുതിയപ്പോൾ കറക്റ്റ് ആവും, തീർന്നു. 4 പോയിന്റ് എന്ന് എഴുതാൻ 2 പോയിന്റ് ഒക്കെ എഴുതിയത് നിങ്ങൾ. ഞാൻ സപ്പോസ് നമ്മൾ ഒരു പോയിന്റ് വിട്ടുപോയാൽ അടുത്തൊരു പോയിന്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ മാച്ച് ദ ഫോളോയിങ്, കുറെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നതിനകത്തുനിന്ന്. പ്രോതാലസ്, ഞാൻ പിന്നെയും ചോദിക്കുന്നു, പ്രോതാലസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഈസ് ദി താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. ഇവിടെ ഉണ്ടോ? അസെക്ഷുവൽ ബഡ് അല്ല, സ്പോറോഫൈറ്റ് അല്ല, താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. കൃത്യമായി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പ്രോട്ടോണിമ, ഇറ്റ് ഈസ് ദി ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ഓഫ് ബ്രയോഫൈറ്റ് അല്ലെങ്കിൽ മോസസ്. അതുണ്ടോ നോക്ക്, ഉണ്ട്. ഇറ്റ് ഈസ് ദി ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ഓഫ് മോസസ് എന്ന് പറഞ്ഞുണ്ട്. ആന്തർഡിയം, ആന്തർഡിയം എന്താ? മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തർഡിയം. അങ്ങനെ ഉണ്ടോ നോക്ക്, ഉണ്ട്. ഇറ്റ് ഈസ് ദി മെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്. ജെമ്മേ, ജെമ്മേറ്റ് എന്നാ അവർ എഴുതിയിരിക്കുന്നത്, ജെമ്മേറ്റ് അല്ലടാ, ജെമ്മേ, ടി ഇല്ല, MMAE, ജെമ്മേ എന്നേ. ജെമ്മേ എന്താ? എവിടെ കാണുന്നതാ? മാർക്കാൻഷ്യയിൽ കാണുന്ന അസെക്ഷുവൽ ബഡുകളെ വിളിക്കുന്ന പേരാണ്. മാർക്കാൻഷ്യ എന്ന് പറഞ്ഞാൽ ലിവർവർട്ടാ. സോ ആണ്ടേ, ഇറ്റ് ഈസ് ദി അസെക്ഷുവൽ ബഡ്സ് ഇൻ ലിവർവർട്സ്. ക്ലിയർ? ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്, ഈ പടം അവർ സ്ഥിരം ചോദിക്കുന്നതാണ്. ദി ഗിവൺ ഫിഗർ ഷോസ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ലിവർവർട്സ്. ലിവർവർട്ടിലുള്ള ഏതോ ഒരു പ്ലാന്റിനെയാണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ പ്ലാന്റ്. ഏതാണ് ഈ പ്ലാന്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാ ഈ പ്ലാന്റ്? മാർക്കാൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റിനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ പ്ലാന്റിന്റെ പേര് മാർക്കാൻഷ്യ. നെയിം ദ അസെക്ഷുവൽ ബഡ് സീൻ ഓൺ ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഈ മാർക്കാൻഷ്യക്കകത്ത് ഒരു അസെക്ഷുവൽ ബഡ് കാണും. ആ അസെക്ഷുവൽ ബഡ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞേ, വേഗം പറഞ്ഞേ, അസെക്ഷുവൽ ബഡ് ഏതാ? യെസ്, ജെമ്മേ. ജെമ്മേ എന്ന് പറയുന്ന അയാളാണ് ഇവരിൽ കാണുന്ന അസെക്ഷുവൽ ബഡ്സ്. റൈറ്റ് ദെയർ ഫീച്ചേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സും കൂടെ എഴുതാൻ പറഞ്ഞിരിക്കും. അര മാർക്ക് അവിടെയുണ്ട്. എന്താ അതിന്റെ ഫീച്ചേഴ്സ്? ജെമ്മയുടെ ജെമ്മേ എന്ന് പറയാൻ നേരത്ത് ഗ്രീൻ കളറിലാണ്. ജെമ്മേ ആർ ഗ്രീൻ. യൂണിസെല്ലാർ ആണോ? അല്ല, മൾട്ടി സെല്ലാർ ആയിട്ടുള്ള ദേ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ. എങ്ങനെയുള്ള ബഡുകളാ? അസെക്ഷുവൽ ബഡ്സ് അല്ലെ. എവിടെ അവർ ഫോം ചെയ്യുന്നത്? ഫോംഡ് ഇൻസൈഡ് ജെമ്മേ കപ്പ്. എവിടെ ഫോം ചെയ്യാ? ദേ ആർ ഫോംഡ് ഇൻസൈഡ് ജെമ്മേ. അയ്യോ, ജെമ്മേ എന്നായി പോയി. ജെമ്മേ കപ്പ്. ജെമ്മേ കപ്പിനുള്ളിൽ ഫോം ചെയ്യുന്ന സെക്ഷൽ ബഡ്സ് ആണ്. ഇനി വേണമെങ്കിൽ എഴുതാം, whenever they comes in contact with the soil they produce new marcantia. അല്ലേ? ഞാൻ അത് എഴുതി കൂടാണ്. whenever the ജെമ്മേ buds comes in contact with the soil, അവർ മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ in contact with soil, then new marcantias are formed. New marcantia formed. പുതിയ മാർക്കാൻഷ്യ ആയിട്ട് മാറും അവര്, അല്ലേ? എഴുതണമെന്നില്ല, ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു എക്സ്ട്രാ 2 മാർക്കിന് അവരുടെ ഫീച്ചേഴ്സ് മാത്രമൊക്കെ എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് കൂടെ എഴുതി വെക്കാം. ഓക്കെ. The most repeated question of the era. ഈ ഒരു എറയിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാ. Algae are useful to man in a variety of ways. Suggest any 4 uses of algae. സോ ആൽഗയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുമ്പോൾ ആൽഗയ്ക്ക് മാത്രമായിട്ടുള്ള യൂസസ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആൽഗെ അല്ലാതെ പ്ലാന്റ് അല്ലേ ശരിക്കും ആൽഗെ എന്ന് പറയുന്നത്. സോ പ്ലാന്റിനുള്ള എല്ലാ യൂസും ഈ ആൽഗയ്ക്കും ഉണ്ട്. പ്ലാന്റ് എന്ത് ചെയ്യും? ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സേഷനും നടത്തും, ഓക്സിജനെ പുറത്തേക്ക് വിടും. സോ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഇത് രണ്ടും വഴി അവര് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ 3 പോയിന്റും എല്ലാ പ്ലാന്റ്സിനും പറ്റും. ആൽഗയ്ക്ക് പറ്റും, ബ്രയോഫൈറ്റിന് പറ്റും, ടെറിഡോഫൈറ്റിന് പറ്റും, ജിംനോസ്പേമിന് പറ്റും, ആൻജിയോസ്പേമിന് പറ്റും. എല്ലാവർക്കും ഉള്ള പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാര്യമാണ് ഇത്. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആൽഗയ്ക്ക് മാത്രമല്ല, ഈ ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിക്കുന്നത് അതാണ്, ആൽഗയ്ക്ക് മാത്രമായിട്ട് സ്പെസിഫിക് യൂസസ് ഉണ്ട്. ആ യൂസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്.
സോ നിങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവസാനം ചിലപ്പോൾ 3 പോയിന്റ് ആൽഗയുടെ സ്പെസിഫിക് യൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒന്ന് ഓർമ്മ ഒന്നിലേ വേണേ വെച്ച് കാച്ചിക്കോ. ദേ ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. അടുത്തത് they act as primary producers. കിട്ടിയില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ആൽഗയിലെ പോയിന്റിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി പോയാൽ ഈ പോയിന്റ് വെച്ച് കാച്ചാം. പക്ഷെ ശരിക്കുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ആൽഗയ്ക്ക് മാത്രമുള്ള സ്പെസിഫിക് യൂസിൽ ഒന്ന്, സം ആൽഗെ ആർ യൂസ്ഡ് ആസ് ഫുഡായിട്ട് ആക്ട് ചെയ്യുന്ന ചില ആൽഗയുണ്ട്. ഏതൊക്കെ ആൽഗയാണ് ഫുഡായിട്ട് വരുന്നത് അറിയോ? ഏതൊക്കെ ആൽഗയാ ഫുഡായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒന്ന് ലാമിനാരി. ഇതെന്താ വരാത്തെ? ഒന്നാമത്തെ ആൽഗയുടെ പേരാണ് ലാമിനാരിയ എന്ന് പറയുന്ന ആൽഗയുണ്ട്. സർഗാസം എന്ന് പറയുന്ന ആൽഗയുണ്ട്. പോർഫൈറ എന്ന് പറയുന്ന ആൽഗയുണ്ട്. ഈ ആൽഗയൊക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തത്, ചില ആൽഗയിൽ നിന്ന് നമ്മൾ ഹൈഡ്രോകൊളോയിഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സബ്സ്റ്റൻസസ് which have the capacity to hold water. So hydrocolloids എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. They are the substances which can hold water. വാട്ടറിനെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് വിളിക്കുക. സോ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഹൈഡ്രോകൊളോയിഡ്സിനെ ആൽഗയിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഹൈഡ്രോകൊളോയിഡിന്റെ പേരാണ് ആൽജിൻ. രണ്ടാമത്തെ ഹൈഡ്രോകൊളോയിഡിന്റെ പേരാണ് കെരാജിൻ. സോ ആൽജിനും കെരാജിനുമാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഹൈഡ്രോകൊളോയിഡ്സ്. ഇനി ഏത് ആൽഗയെന്ന് കാണുന്നതിന് എഴുതണം. ആൽജിനെ കിട്ടുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നും കെരാജിനെ കിട്ടുന്നത് റെഡ് ആൽഗയിൽ നിന്നും. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ യൂസ് കഴിഞ്ഞു. മൂന്നാമത്തെ ആൽഗയുടെ സ്പെസിഫിക് യൂസ് ആണ് ഫ്രം സം ആൽഗെ വി വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ് കോൾഡ് അഗർ. നമുക്ക് അഗർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ ആൽഗയിൽ നിന്ന് കിട്ടും. ഈ അഗറിന്റെ യൂസസ് എന്തൊക്കെയാ? അഗർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രോയിങ് മൈക്രോബ്സ്. മൈക്രോബ്സിനെ വളർത്താൻ പറ്റും നമുക്ക്. പിന്നെന്തിനു പറ്റും? ദേ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീംസും ജെല്ലീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കാം. ഇതൊക്കെ വേണ്ടി അഗർ യൂസ് ചെയ്യാം. ഈ അഗർ എവിടുന്നാ കിട്ടുന്നത്? രണ്ട് ആൽഗയിൽ നിന്നാണ് അഗർ കിട്ടുന്നത്. ഒരു ആൽഗയുടെ പേരാണ് ഗ്രാസിലേറിയ എന്ന് പറയുന്ന ഒരു ആൽഗയും രണ്ടാമത്തെ ആൽഗയുടെ പേരാണ് ജലീഡിയം. സോ ഗ്രാസിലേറിയ ജലീഡിയത്തിൽ നിന്നാണ് അഗർ കിട്ടുന്നത്. ഫൈനലി ലാസ്റ്റ് ആൽഗൽ യൂസ് എന്ന് പറയുന്നത് ആൽഗയുടെ സ്പെസിഫിക് യൂസ്. ഈ സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ സ്പേസിൽ പോകുന്ന സമയത്ത് അരിയും ചാക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ അവർ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൽഗയാണ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അവരുടെ വേറൊരു യൂസ് ആണ് ഫുഡ് ഫോർ സ്പേസ് ട്രാവലേഴ്സ്. സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ആൽഗയാണ്? അത് പ്രോട്ടീൻ റിച്ച് ആൽഗയാണ്. അവര് ക്ലോറെല്ല എന്ന് പറയുന്ന ആൽഗയൊക്കെയാണ് സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് നാലുമാണ് ആൽഗയുടെ സ്പെസിഫിക് യൂസസ്. ഈ 4 പോയിന്റ് എഴുതിയ ഒരു കുട്ടീനെ അടുത്ത ക്വസ്റ്റ്യൻ ആ ടീച്ചർ ചിലപ്പോൾ വായിക്കാതെ ഫുൾ മാർക്ക് കിട്ടുകളെ. അത്ര റേഞ്ചിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ? നിങ്ങൾ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, ക്ലിയർ ചെയ്ത് വിടാം. ഇനി ഈ ചാപ്റ്ററിൽ ഒരു ഡിസ്കഷൻ പോലും വേണ്ടി വരരുത്. ക്ലിയർ? ഓക്കെ, ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അരിച്ചാക്ക് സുപ്രീമസി അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണേ. ഡൗട്ട് സപ്പോസ് ഞാൻ കണ്ടില്ലെങ്കിൽ ഒന്ന് 2-3 വട്ടം ഡൗട്ട് ഒന്ന് അടിച്ചേക്കണം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ ക്ലാസ് റോഡോഫൈസിയെ. ഓർ ക്വസ്റ്റ്യൻ. അതാ ഓർ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ റോഡോഫൈസിയയുടെ 2 ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്. ആദ്യം അത് എഴുതാം നമുക്ക്. റോഡോഫൈസിയയുടെ കോമൺ നെയിം എന്താ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ് ആൽഗെ. ഇവരുടെ കോമൺ നെയിം റെഡ് ആൽഗെ ആണ്. ഇനി അവരുടെ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഒന്ന് അവരുടെ പിഗ്മെന്റ് ഏതാന്ന് എഴുതണം, 2 അവരുടെ സ്റ്റോർഡ് ഫുഡ് ഏതാന്ന് എഴുതണം. അത് രണ്ടുമാണ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ്. ബാക്കി ആൾക്കാരിൽ നിന്നും ഇവരെ വേർതിരിച്ച് നിർത്തുന്ന ഫീച്ചേഴ്സ് അതൊക്കെയാണ്. സോ ഒന്നാമത്തത് അവരെ പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതണം. സോ അവരുടെ പിഗ്മെന്റ്സ് ഏതൊക്കെയാ? അവർക്ക് ശരിക്കും റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് പേരാണ് ആർ ഫൈക്കോറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഇത് രണ്ടും അല്ലാതെ അവരെ വേറെ പിഗ്മെന്റും കാണും. അവരുടെ കയ്യിൽ ക്ലോറോഫിൽ എയും ഉണ്ട്, ക്ലോറോഫിൽ ഡിയും ഉണ്ട്. ഇനി വാട്ട് ഇസ് ദെയർ സ്റ്റോർഡ് ഫുഡ്?
അവർ ഏത് ഫുഡാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ആണ്, അതിന്റെ പേരാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ക്ലിയർ? ഇതാണ് അവരുടെ ഡിസ്റ്റിങ്ഷിങ് ഫീച്ചർ. സോ എ ടൈപ്പ് ആണെങ്കിൽ, എ ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഇത് എഴുതണം. സപ്പോസ് ആ ഓർ ക്വസ്റ്റിന്റെ ബി ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്കോറൈസ ആൻഡ് കോർലോയിഡ് റൂട്ട് എന്നാ അവർ ചോദിച്ചിരിക്കുന്നത്. സോ രണ്ടും എന്താ? സിംബയോട്ടിക് അസോസിയേഷൻസ് ആ. അതിൽ എഴുതണം മൈക്കോറൈസ എന്ന് പറയുന്നത്, മൈക്കോറൈസ എന്താ? ഇറ്റ് ഈസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗൈയും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ദെൻ വാട്ട് അബൌട്ട് കോറലോയിഡ് റൂട്ട്സ്? കോറലോയിഡ് റൂട്ട്സ് അപ്പൊ ആരൊക്കെ തമ്മിലുള്ളതാ? കോറലോയിഡ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ആരും തമ്മിലുള്ളതാ? നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയയുമായിട്ടുള്ളതാണ് എന്ന് എഴുതണം. നൈട്രജൻ ഫിക്സിംഗ് സയനോ ബാക്ടീരിയ ആയിട്ടുള്ളതാണ്. ഈ മൈക്കോറൈസയുടെ എക്സാമ്പിൾ ആരാ വരിക എന്നറിയോ? മൈക്കോറൈസയുടെ എക്സാമ്പിൾ ഏത് പ്ലാന്റിലാണ് മൈക്കോറൈസ കാണുക? പൈനസ് എന്ന് പറയുന്ന ചെടിയിലാണ് ഈ മൈക്കോറൈസ കാണുക. സൈക്കസ് എന്ന് പറയുന്ന ചെടിയിലാണ് ഈ എന്ത് കാണുന്നത്? കോർലോയിഡ് റൂട്ട് കാണുന്നത്. അതും കൂടെ എഴുതി ഒന്ന് വെച്ചേക്കണം, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഡൺ. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താ? 3 ആൽഗൽ ക്ലാസ്സസ് തരും. അവരുടെ കോമൺ നെയിം അറിഞ്ഞിരിക്കണം, പിഗ്മെന്റ് അറിഞ്ഞിരിക്കണം, അവരുടെ സ്റ്റോർഡ് ഫുഡ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ക്ലോറോഫൈസിയെ. ഞാൻ ഇപ്പുറത്തെ സൈഡിലായിട്ട് അവരുടെ കോമൺ നെയിം കൂടെ എഴുതുന്നുണ്ട്. ക്ലോറോഫൈസിയുടെ കോമൺ നെയിം ആണ് ദേ ആർ ഓൾസോ കോൾഡ് ഗ്രീൻ ആൽഗെ. ഫിയോഫൈസിയുടെ കോമൺ നെയിം ആണ് ദേ ആർ ഓൾസോ കോൾഡ് ബ്രൗൺ ആൽഗെ. ആൻഡ് ഇതാരായിരിക്കും? ഫിയോഫൈസി 3 പേരും കഴിഞ്ഞാൽ ഇതാരായിരിക്കും? അത് നമ്മളുടെ റോഡോഫൈസിയാണ്. അവരുടെ കോമൺ നെയിം ആണ് റെഡ് ആൽഗെ. ഇനി ഇവരിൽ പിഗ്മെന്റുകളാ ചോദിച്ചിട്ടുള്ളത്. ക്ലോറോഫിൽ എയും ബിയും ആണ് ഗ്രീൻ ആൽഗയിൽ. അങ്ങനെയാണെങ്കിൽ ഫിയോഫൈസിയയിൽ ആരൊക്കെയാ ഉള്ളത്? എയും സിയും. ഇനി അവർക്ക് ആ കറക്റ്റ് ബ്രൗൺ കളർ നൽകുന്ന പിഗ്മെന്റിന്റെ പേരാണ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ശരിക്കും അവർക്ക് ആ ബ്രൗൺ കളർ നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോഡോഫൈസിക്ക് ഫ്ലോറോഫിൽ എയും ബിയും എന്ന് അവർ പഠിക്കുന്നത് തെറ്റ്. എയും ഡിയും ആണ്. എയും ഡിയും ആർ ഫൈക്കോ എടുത്തിട്ടുണ്ട്. എല്ലാം ഫില്ലായി. ഇനി ക്ലോറോഫൈസിയുടെ സ്റ്റോർഡ് ഫുഡാണ് അവസാനം. സ്റ്റോർഡ് ഫുഡ് ഏതാ? അവര് സാധാ സ്റ്റാർച്ച് ആണടാ സ്റ്റോർഡ് ഫുഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഫിയോഫൈസി ആണെങ്കിലോ ലാമിനാരിനും മാനിറ്റോളും. റോഡോഫൈസി ആണെങ്കിലോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഇവരെ സ്റ്റോർഡ് ഫുഡ് മാത്രമായിട്ട് ചോദിക്കുന്നത് ഫിയോഫൈസിയുടേത് ലാമിനാരിൻ. രണ്ടും എഴുതണം കേട്ടോ. ഫിയോഫൈസി ചോദിക്കുമ്പോൾ ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ എഴുതണം, അല്ലാതെ മാനിറ്റോൾ മാത്രവും ലാമിനാരിൻ മാത്രമായിട്ട് എഴുതരുത്. രണ്ടും എഴുതി വെക്കണം കേട്ടോ. റോഡോഫൈസി ആണെങ്കിൽ അവരുടേത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീണ്ടൊരു ക്വസ്റ്റ്യൻ, പക്ഷെ ചെറിയ ഉത്തരവാ. ലിവർ വേർഡ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ദേ റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഏതാ? ലിവർ വേർഡ്സിനുള്ള ദാറ്റ് മീൻസ് മാർക്ക് ആൻഡ് ഷേക്ക് ഉള്ള ഏതാ? ആ സ്ട്രക്ചറിന്റെ പേരാണ് ജെമ്മെ ബഡ്സ്, അല്ലെ ജെമ്മെ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, Selaginella produces macro and micro spores in the same strobilus. It is called എന്താ അതിനെ വിളിക്കുന്ന പേര്? ഹെറ്ററോസ്പോറി എന്നാ വിളിക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനപ്പുറം ഒന്നുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്തു. ഓക്കെ ആണോ? Hey guys, okay? Okay. Okay. Clear. അത് മതി. അത് കേട്ടാ മാത്രം മതി. ഓക്കെ, ഓക്കേടാ. സെറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയത് പിന്നെ ഞാൻ പറയാണ്, നോട്ട്സ് വേണമെങ്കിൽ നമ്മൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. നോട്ട്സ്
പിന്നെ പോയി. നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോട്ട്സിന് വേണ്ടിയിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഇതിനിടെ കുറെ അല്ലാത്ത വർത്താനവും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ സാധിക്കുന്നടാ, നിനക്ക് എങ്ങനെ സാധിക്കുന്നടാവേ എന്ന് ചോദിക്കത്തില്ലേ ഇതിന്റെ ഇടയ്ക്ക്? നെക്സ്റ്റ് ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഞാൻ നേരത്തെ പെട്ടെന്ന് പോവാ. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. വാട്ട് ഇസ് മെൻ ബൈ മോർഫോളജി? ആദ്യം അതിൽ നിന്ന് തന്നെ ചോദിക്കാം. മോർഫോളജി മീൻസ് ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. സോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി ആൻജിയോസ്പേംസ്. സോ ആൻജിയോസ്പേംസിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ആ സ്റ്റഡീനെയാണ് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പഠിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കാണുമ്പോൾ അതിന്റെ പുറമേയുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ കാണാം? പുറമേ നോക്കുമ്പോൾ നമുക്ക് റൂട്ട് കാണാൻ പറ്റും, അതിന്റെ സ്റ്റെം കാണാൻ പറ്റും, അതിന്റെ ലീഫ് കാണാൻ പറ്റും, അതിന്റെ ഫ്ലവർ കാണാൻ പറ്റും, നമുക്ക് അതിന്റെ ഫ്രൂട്ട് കാണാൻ പറ്റും, അതിന്റെ സീഡ് കാണാൻ പറ്റും. ഇത്രയും എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിലും പഠിക്കുന്നത്. ഓക്കെ, ഇതല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടെ പഠിക്കും. ഒരു പ്ലാന്റ് ഫാമിലിയായ സൊളാനേഷിയെ എന്ന് പറയുന്ന ഈ ഫാമിലിയും കൂടെ നമ്മൾ പഠിക്കും. ഒരൊറ്റ ഫാമിലി മാത്രമേ പഠിക്കാനുള്ളൂ, ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറെ പടങ്ങൾ തന്നിട്ട് ചോദിക്കും. ഇതെന്തിന്റെയാ എന്നുള്ള പല ടൈപ്പ് പടങ്ങൾ തന്നിട്ട് ഐഡന്റിഫൈ എ ആൻഡ് ബി, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി, വാട്ട് ഇസ് വീനേഷൻ, ഡിഫൈൻ വീനേഷൻ, ഡിഫൈൻ ഫില്ലോടാക്സി, ഡിഫൈൻ ഈസ്റ്റിവേഷൻ, ഡിഫൈൻ പ്ലാസന്റേഷൻ, അങ്ങനെ കുറെ ഡിഫൈൻ എന്ന് പറഞ്ഞു ചോദിക്കും. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എക്സാമിൽ അവർ ചോദിക്കത്തില്ല. അവരങ്ങനെ നിങ്ങളെ അത്രയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ച എക്സാമിലൊന്നും ചോദിക്കത്തില്ല. അതൊക്കെ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബോർഡ് എക്സാം മാത്രം നോക്കുമ്പോൾ എക്സാമിലൊന്നും നിങ്ങൾ വലുതായിട്ട് കാര്യമായിട്ട് നോക്കാൻ പോകണ്ട കേട്ടോ. സോ ഇങ്ങനെ ഇതേപോലത്തെ പടങ്ങളാ ചോദിക്കാം. സോ ഇവര് തന്നിട്ടുള്ളത് the following figures A and B shows two different types of phyllotaxy. Different types of phyllotaxy ആണ് തന്നിട്ടുള്ളത്. First question, define phyllotaxy. What is phyllotaxy? First അത് പറ. What is phyllotaxy? Phyllotaxy എന്ന് പറഞ്ഞാൽ എന്താ? ലീവ്സിന്റെ അറേഞ്ച്മെന്റ്, സ്റ്റെമ്മില് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചില് ലീവ്സിന്റെ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി. സോ വാട്ട് ഇസ് ഫില്ലോടാക്സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മില് അല്ലെങ്കിൽ ബ്രാഞ്ചില് ലീഫിന്റെ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി. സിമ്പിൾ. ഒരു മാർക്ക് കിട്ടിയേ, കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഫില്ലോടാക്സി എ ആൻഡ് ബി. കണ്ടോ, എയുടെയും ബിയുടെയും പേര് മാത്രം എഴുതിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, പേര് മാത്രം, നെയിം എന്നേ അവർ ചോദിച്ചുള്ളൂ, പേര് മാത്രം എഴുതിയാൽ മതി. പറഞ്ഞേ, എ എന്ന് പറഞ്ഞ ഫില്ലോടാക്സി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ്, അടുത്ത ലീഫ് അടുത്ത നോഡിൽ നിന്നാണ്, അടുത്ത ലീഫ് അടുത്ത നോഡിൽ നിന്ന്. സോ ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രം വരുന്ന ഈ എ ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി നോക്കിയേ, ബി എന്ന് പറയുന്ന ഫില്ലോടാക്സി. ഇവിടെ ഒരു ലീഫ് ഒരു സൈഡിലേക്കും ഒരു ലീഫ് അടുത്ത സൈഡിലേക്ക്. സോ ഒരു നോഡിൽ തന്നെ രണ്ട് ലീഫ് അറൈസ് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി ഈസ് കോൾഡ് opposite phyllotaxy. Okay, പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെ തന്നെ എപ്പോഴും ചോദിക്കണമെന്നില്ല. ചിലപ്പോ പടം ഒന്നും ഉണ്ടാവില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫില്ലോടാക്സി, എക്സ്പ്ലെയിൻ എനി ടു ടൈപ്സ് ഓഫ് ഫില്ലോടാക്സി, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ഇവിടെ. താങ്ക് യു. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അയ്യോ, സമാധാനം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ പാടാ. സോ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പോയിന്റ് മാത്രം എഴുതിയിരുന്നാൽ മതി കേട്ടോ, ഒരൊറ്റ പോയിന്റ്. സോ ഇങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ. നോക്കിക്കോണേ, സപ്പോസ് നിങ്ങൾക്ക് ഫില്ലോടാക്സി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ, ഫില്ലോടാക്സി എത്ര ടൈപ്പ് ഫില്ലോടാക്സി ഉണ്ട്? ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് ഫില്ലോടാക്സി ഉണ്ട്. ഒന്നാമത്തെ ഫില്ലോടാക്സി ആണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. രണ്ടാമത്തത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി.
മൂന്നാമത്തെ ഫിലോടാക്സിയാണ് വേൾഡ് ഫിലോടാക്സി. സോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറയൂ. നിങ്ങൾ ബേസിക്കലി എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും രണ്ട് ഓൾട്ടർനേറ്റീവ് ഓപ്പോസിറ്റും ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ, ഇവിടെ ഇതാണ് സ്റ്റെം എങ്കിൽ ആ സ്റ്റെമ്മിന്റെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫേ വരും, അടുത്ത ലീഫ് വരുന്നത് അടുത്ത നോഡിൽ നിന്നാണ്, അതും ഓൾട്ടർനേറ്റ് മാനർ ആയിട്ട്. അടുത്ത ലീഫ് അടുത്ത നോഡിൽ നിന്നും അടുത്ത ലീഫ് അടുത്ത നോഡിൽ നിന്നും. സോ ഇൻ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി only one leaf rise from ന്റെ സ്പെല്ലിംഗ് ഒക്കെ FROME ഒക്കെ എഴുതി വെച്ചാണ്. only one leaf rise from one node. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ എറൈസ് ചെയ്യുള്ളൂ എന്ന് എഴുതണം. ഈ പടവും കൂടെ ചുമ്മാ കാണിച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് ആകുമ്പോഴോ ഇങ്ങനെ വരാൻ നേരത്ത് ഫ്രം ഒരു നോഡിൽ നിന്ന് ദാ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ലീഫ് റൈസ് ചെയ്യും. കണ്ടോ, ഇവിടെ എഴുതണം here 2 leaves rises from a single node. ഒരു നോഡിൽ നിന്നും രണ്ട് ലീഫ് റൈസ് ചെയ്യും എന്ന് എഴുതണം. മൂന്നാമത്തെ വേൾഡ് ആവുമ്പോൾ ഇപ്പൊ എങ്ങനെയാ, ഇതാണ് ഒരു നോഡെങ്കിൽ ആ നോഡിൽ നിന്നും മോർ ദാൻ 2 ലീവ്സ് റൈസ് ചെയ്യും. കണ്ടോ, ഒരു നോഡിൽ നിന്നും മോർ ദാൻ 2 ലീവ്സ്. സോ ഫ്രം എ സിംഗിൾ നോഡ്, ഒരു നോഡിൽ നിന്നും മോർ ദാൻ 2 ലീവ്സ് അറൈസസ്, ഒരു നോഡിൽ നിന്നും രണ്ട് ലീഫിൽ കൂടുതൽ അറൈസ് ചെയ്താൽ ഇറ്റ് ഇസ് കോൾഡ് വേൾഡ് ഫിലോടാക്സി. സപ്പോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ പടവും ഈ ഒരു സെന്റൻസും മാത്രം മതി ഫുൾ മാർക്കിന്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനല്ല, ഈ ടൈപ്പിലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു പടം, പിന്നെയും അടുത്ത പടമാണ് തന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, ടൈപ്സ് ഓഫ് ഫ്ലവർ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഓവറി. ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ടുള്ള, ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഫ്ലോറൽ പാർട്സ് ഓൺ തലാമസ്. തലാമസിൽ ഫ്ലോറൽ പാർട്സിന്റെ പൊസിഷൻ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഓവറി ആണത്. ഓവറിയുടെ പൊസിഷൻ വെച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ഇസ് ദ ഫ്ലവർ എ ആൻഡ് വിച്ച് ഇസ് ദ ഫ്ലവർ ബി. ഫ്ലവർ എ നോക്കിയേ, ഇതാണ് അവരുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി അല്ലെ. ഓവറിയുടെ താഴെ നിന്നിട്ടാണ് ബാക്കി എല്ലാ ഫ്ലോറൽ പാർട്സും റൈസ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഫ്ലവറാ? സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവറാ അല്ലെ. സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവറാ, കാരണം ഓവറിയാണ് ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. സോ ദിസ് ഫ്ലവർ ഇസ് കോൾഡ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. സോ എ എന്ന് പറയുന്നത് എന്ത് ഫ്ലവറാ? എ എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ബി നോക്കിയേ, ഇതാണ് അതിന്റെ ഓവറി. ഓക്കെ, ഇതാണ് അതിന്റെ ഗൈനീഷ്യം വരുന്നതാ. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ പാർട്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോറൽ പാർട്സ് ഒക്കെ എവിടാ? ഇതാണ്ടേ ഈ ഗൈനീഷ്യത്തിന്റെ ഏതാണ്ട് സെന്ററിൽ നിന്നും ആണ് ബാക്കി ഫ്ലോറൽ പാർട്സ് ഒക്കെ റൈസ് ചെയ്യുന്നത്. കണ്ടോ കണ്ടോ. സോ ഇവിടുത്തെ ഓവർ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ എന്ന് പറയുന്ന ഒരു ഓവറിയാണ് ഇവർക്കുള്ളത് അല്ലെ. അങ്ങനെയുള്ള ആ ഓവറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അങ്ങനെയുള്ള ആ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് എ പെരിഗൈനസ് ഫ്ലവർ. സോ എ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബി ആണ് പെരിഗൈനസ് ഫ്ലവർ, എ ആണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. സോ എ ഹൈപ്പോഗൈനസ് ഫ്ലവർ, ബി പെരിഗൈനസ് ഫ്ലവർ. ഒരു മാർക്ക് കിട്ടി. ഇനി ഒരു മാർക്കിനും കൂടെ ഉണ്ട്. എക്സ്പ്ലെയിൻ എപ്പിഗൈനസ് ഫ്ലവർ എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ആൻ എപ്പിഗൈനസ് ഫ്ലവർ? എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദി ഫ്ലവർ ഹാവിങ് എന്ത് ഓവറി ഉള്ള ആളാ? ഹാവിങ് ഇൻഫീരിയർ ഓവറി. ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവറിനെയാണ് വെയർ ഓൾ അതർ പാർട്സ് arises from പാർട്ട് എബവ് ദി ഓവറി. ഓവറിയുടെ മുകളിൽ നിന്നാണ് അവരുടെ ബാക്കി എല്ലാ പാർട്സും എറൈസ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരു ഫ്ലവറിനെയാണ് നമ്മൾ ഒരു എപ്പിഗൈനസ് ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഫ്ലവർ ഹാവിങ് ആൻ ഇൻഫീരിയർ ഓവറി. ക്ലിയർ ആണോ? 2 മാർക്ക്, സിമ്പിൾ 2 മാർക്ക്. നെക്സ്റ്റ് അടുത്ത പടം. എന്താ ഈ പടം തന്നിട്ടുള്ള? എന്താ? ഐഡന്റിഫൈ ദിസ്. ദിസ് ഇസ് പ്ലാസന്റേഷൻ. വെരി ഗുഡ്. പ്ലാസന്റേഷൻ ആ തന്നിട്ടുള്ള. ഒന്നുമില്ല, അവര് പേര് എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാംസ് ആൻഡ് ഐഡന്റിഫൈ ദ പ്ലാസന്റേഷൻ. എല്ലാത്തിന്റെയും പേര് മാത്രം എഴുതിയാൽ മതി. ഡിഫൈൻ പ്ലാസന്റേഷൻ എന്ന് പോലും ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് പടം നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഓവറി. ഓക്കെ, ഓവറിക്കകത്ത് ഇങ്ങനെ പടം ക്ലിയർ അല്ലടാ, എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വരച്ചു തരാം.
ഇങ്ങനെ സൈഡിലായിട്ട് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. This type of placentation is called marginal placentation. Correct അല്ലേ? മാർജിനൽ പ്ലാസന്റേഷൻ. രണ്ടാമത്തത് ഇത് നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഓവറി. പടം കളർ വേറെ ആക്കണോ? ഞാൻ ഒരു മഞ്ഞ കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. സോ ആ ഓവറിനെ ഇതാ കമ്പാർട്ട്മെന്റ്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ കമ്പാർട്ട്മെന്റിനകത്തും ഇതാ കണ്ടോ, ഇങ്ങനെ നടുക്കുതാ ഇങ്ങനെ ഒവ്യൂൾസ് ഇരിപ്പുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷനാ? നടുക്ക് കുറെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ നാരങ്ങയും തക്കാളിയൊക്കെ മുറിച്ചാൽ കാണുന്ന പ്ലാസന്റേഷൻ. യെസ്, ദിസ് ഇസ് ആക്സൈൽ പ്ലാസന്റേഷൻ. സോ രണ്ടാമത്തതാണ് ആക്സൈൽ പ്ലാസന്റേഷൻ. മൂന്നാമത്തത് ഇതാണ് ഓവറി. ഓവറി ഇങ്ങനെ തന്നിട്ടുണ്ട്. ആ ഓവറിയുടെ പെരിഫറിയിലായിട്ട് അറ്റത്തായിട്ട് പെരിഫറിയിൽ ഇങ്ങനെ ഒവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷനെയാണ് പാരൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ആണോ? ലാസ്റ്റ് പ്ലാസന്റേഷൻ ഇതാണ് ഓവറി. ഓവറിക്ക് സെപ്റ്റ് ഒന്നുമില്ല, പകരം നടുക്ക് വളരെ ഫ്രീ ആയിട്ട് ഓവ്യൂൾസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ ടൈപ്പ് പ്ലാസന്റേഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഒരു ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ കൂടെ ഉണ്ട് നമുക്ക്, ബേസൽ പ്ലാസന്റേഷൻ. ഇങ്ങനെ വരുന്ന ഒരു പ്ലാസന്റേഷൻ കൂടി ഇല്ലേ? ആ പടം ഇത്രേ ഉള്ളൂ. ആ പടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ഒരു പ്ലാസന്റേഷൻ വരും. ഇതാണ് അവരുടെ ഒവ്യൂൾ ആയിട്ടിരിക്കുന്നത്, സിംഗിൾ ഒവ്യൂൾ ഇരിക്കുന്ന ആ ടൈപ്പ് പ്ലാസന്റേഷൻ ആണ് ബേസൽ പ്ലാസന്റേഷൻ. അതും കൂടെ ഒന്ന് പടം കണ്ടാവുന്ന ഇങ്ങനെ അല്ല പടം, എന്നാലും അത് ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ബേസൽ പ്ലാസന്റേഷന്റെ പടവും കൂടെ അറിഞ്ഞിരിക്കണം. ഡിഫൈൻ പ്ലാസന്റേഷൻ. വാട്ട് ഇസ് പ്ലാസന്റേഷൻ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് ഇൻസൈഡ് ദി ഓവറി. ഓവറിക്കകത്ത് ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിന് വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയും പടം, അടുത്ത ടൈപ്പ് ഓഫ് പടം. എന്താ ഈ തന്നിട്ടുള്ളത്? ലീഫ് തന്നിരിക്കുക അല്ലേ? ലീഫില് വെയിൻസിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇരിക്കുന്നത്. ദിസ് ഇസ് കോൾഡ് വീനേഷൻ. യെസ്, അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവ് ദ ഫിഗേഴ്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി ഒബ്സർവ് ചെയ്യുക ആൻഡ് വി ഹാവ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണേ, ക്ലിയർ അല്ലടാ, കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് ഒക്കെ വരുന്ന ഇതും അടുത്ത വീനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വീനേഷൻ. ഓക്കെ, സോ ഇതാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് വീനേഷൻ ആണ് അവർ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വീനേഷൻ. രണ്ട് ടൈപ്പ് ഓഫ് വീനേഷൻ ഉണ്ട്. വീനേഷനെ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വീനേഷൻ മീൻസ് ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്. വെയിൻസ് മാത്രമാണോ? അല്ല, അതിന്റെ ചെറിയ ആൾക്കാർ വെയിൻലെറ്റ്സ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദി ലാമിന ഓഫ് ലീഫ്. ലീഫിന്റെ ലാമിനയില് വെയിൻസിനെയും വെയിൻലെറ്റ്സിനെയും അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന്? വീനേഷൻ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് വീനേഷൻ ഇൻ എ ആൻഡ് ബി. നെയിം ചെയ്യാൻ വേണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി വേണം. സോ എ ഇതല്ലേ എ, ഇത് ബി വാ. എയിൽ എന്ത് ടൈപ്പ് വീനേഷൻ വന്നിട്ടുള്ളേ? എയിലെ വീനേഷനാണ് നെറ്റ്വർക്ക് പോലെ ഉണ്ടാവുന്നത്. ആ വീനേഷനെ വിളിക്കുന്ന പേരാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ബിയിൽ എന്ത് വീനേഷനാ? എല്ലാം പാരലായി പോകുന്നതുകൊണ്ട് അത് പാരലൽ വീനേഷൻ. സോ റെറ്റിക്കുലേറ്റ് വീനേഷനിൽ എന്താ സംഭവിക്കുക? ഇൻ റെറ്റിക്കുലേറ്റ് ടൈപ്പ് ഓഫ് വീനേഷൻ the midrib and the other veins and veinlets form a network in the lamina. ലാമിനയിൽ ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. ഇവിടെ എന്താ പറ്റുക? the midrib and other veins and veinlets. midribും ബാക്കി വെയിൻസും വെയിൻലെറ്റ്സും എല്ലാം എന്ത് ചെയ്യും? ഫോം a നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് എന്നുള്ള വാക്ക് വേണം, അവരതാ നോക്കുക. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ടോ എന്ന്. ഫോം എ നെറ്റ്വർക്ക് ഇൻ ദി ലാമിന ഓഫ് ലീഫ്. ലീഫിന്റെ ലാമിനയില് അവരൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഇത് ആരിലാ കാണുക? ഈ ടൈപ്പ് ഓഫ് വീനേഷൻ ആരിലാ കാണുക? അത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്നതാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. നെക്സ്റ്റ്, വാട്ട് ഇസ് പാരലൽ വീനേഷൻ? പാരലൽ വീനേഷൻ എന്ന് പറയുമ്പോൾ the midrib forms the center and all other veins
run parallel to it. Run parallel to it. ബാക്കി എല്ലാ വെയിൻസും ആ മിഡ്രിബിന് പാരലൽ ആയിട്ട് ഇങ്ങനെ പോവായിരിക്കും. This type of venation is called parallel venation and this is seen in monocot plants. ഇത് കാണുന്നത് monocot plantsലാണ്. Clear? 3 മാർക്കിന് ഇത്രയും എഴുതിയിരിക്കണം, മസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഉണ്ടല്ലോ എന്തിലാവട്ടെ, ഒരുവിധം സാധനങ്ങൾ കഴിഞ്ഞു. ആ പടങ്ങൾ ഒരുവിധം ചോദിക്കുന്ന പടങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് പടങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, അല്ല ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. സോ ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ ഏതെങ്കിലും 2 പെക്യുലാരിറ്റി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ഇൻഫ്ലോറസൻസ് അത് ചോദിക്കട്ടെ. വാട്ട് ഇസ് ഇൻഫ്ലോറസൻസ്? ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് flowers on the floral axis. So അത് അറിഞ്ഞിരിക്കണം. It is the arrangement of flowers on floral axis. So floral axis ൽ flowers ന്റെ arrangementനെയാണ് നമ്മൾ inflorescence എന്ന് വിളിക്കുക. We have 2 types of inflorescence. ഒന്ന് റെസിമോസും ഒന്ന് സൈമോസും. സോ അതിനെ രണ്ടിനെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവിടെ റെസിമോസിന്റെ 2 പെക്യുലാരിറ്റി ചോദിച്ചുള്ളൂ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് 2 പെക്യുലാരിറ്റീസ് ഓഫ് സൈമോസ് ഇൻഫ്ലോറസൻസ് ആണെങ്കിൽ അത് എഴുതണം. സോ അത് രണ്ടും പറയാം ഞാൻ. ഇത് റെസിമോസ് ഇൻഫ്ലോറസൻസും ഇവിടെ സൈമോസ് ഇൻഫ്ലോറസൻസും. ഓക്കെ, മെയിൻ പെക്യുലാരിറ്റി എന്ന് പറയാൻ നേരത്ത് റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്? അക്രോപീറ്റൽ ഓർഡറിലാണോ ബേസിപിറ്റൽ ഓർഡറിലാണോ? യെസ്, റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എന്ത് ഓർഡറിലാണ്? ദേ ആർ അറേഞ്ച്ഡ് ഇൻ acropetal order. ഫ്ലവേഴ്സ് acropetal ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. സൈമോസിലാണെങ്കിലോ അത് ബേസിപിറ്റൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. ക്ലിയർ? അതാണ് ബേസിക് ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ്, ഈ acropetal ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത് കാരണം ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിന് ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കോ? അൺലിമിറ്റഡ് ഗ്രോത്ത് ഉള്ളതാ. സോ ഇവരുടെ ഫ്ലോറൽ axis has unlimited growth. ഇവരുടെ ഫ്ലോറൽ ആക്സിസിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ടാവും. സൈമോസിലാണെങ്കിലോ അവരുടെ ഫ്ലോറൽ ആക്സിസിന് ലിമിറ്റഡ് ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. ഇവരുടെ മെയിൻ ആക്സിസ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ ഓർ ഇങ്ങനെ നിന്ന് പോവോ? കണ്ടിന്യൂ ടു ഗ്രോ. ദെയർ മെയിൻ ആക്സിസ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ. അവരുടെ മെയിൻ ആക്സിസ് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആണെങ്കിലോ അവരുടെ മെയിൻ ആക്സിസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കോ? ഇല്ല. ദെയർ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. അവരുടെ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. ഓക്കെ, ക്ലിയർ? ഇപ്പൊ 3-4 എണ്ണം പറഞ്ഞു. 3 എണ്ണം 2 എണ്ണം എഴുതിയാൽ 2 എണ്ണം ചോദിച്ചിട്ടുള്ളൂ, 2 എണ്ണം എഴുതിയിരുന്നാൽ മതി. ഓക്കെ, ഒരു 2 പെക്യുലാരിറ്റിനെ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 2 എണ്ണം മാത്രം എഴുതിയിരുന്നാൽ മതി. ഓക്കെ ആണോടാ? നെക്സ്റ്റ് അടുത്തൊരു ഫിഗർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിന് മൊത്തം ഫിഗർ ഉണ്ടാവും കേട്ടോ. 2 മാർക്ക്, മാക്സിമം 3 മാർക്ക്. 3 മാർക്ക് അതിന്റെ അങ്ങറ്റം ചോദിക്കാവുന്നതാണ്. 3 മാർക്ക്, 2 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അത് 3 മാർക്കാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് A, B and C. 3 പാർട്സ് ഉണ്ട്, A, B and C. റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻസ് ഓഫ് റൂട്ട് ഹെയർസ്. സോ 2 ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ എയും ബിയും സിയും ഏത് പാർട്സ് ആണെന്ന് പറയണം. പിന്നീട് നിങ്ങൾ പറയേണ്ടത് റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, എ നോക്കാം, ബി നോക്കാം, സി നോക്കാം. എന്താണ് തന്നിട്ടുള്ളത്? റൂട്ടിന്റെ പടമാണ് തന്നിട്ടുള്ളത്. റൂട്ടിന് ഡിഫറെന്റ് റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസ് ആണ് എ, ബി, സി ആയിട്ട് തന്നിട്ടുള്ളത്. ആദ്യം നോക്കിയേ, റൂട്ട് ക്യാപ്പ്, ഏറ്റവും താഴെ കാണുന്ന റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലുള്ളതാണ് സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. റൂട്ട് ക്യാപ്പിന്റെ തൊട്ട് മുകളിലുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. സോ സി ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. സോ സി കിട്ടി, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് തൊട്ട് മുകളിലുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ. സോ ബി എന്ന് പറയുന്നതാണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ.
ഏറ്റവും മുകളിൽ കാണുന്ന റീജിയൻ ഓഫ് എലോങ്ങേഷനിൽ മുകളിൽ കാണുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. സോ എ എന്ന് പറയുന്നതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നോക്കാം. ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിലായിരിക്കും എപ്പോഴും റൂട്ട് ഹെയർസ് കാണുന്നത്. കറക്റ്റ്, റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ തന്നെയാണ് റൂട്ട് ഹെയർസ് കാണുന്നത്. സോ എ ബി സി ഐഡന്റിഫൈ ചെയ്തു. നൗ റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ്. എന്താണ് ഈ റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ? എന്താണ് റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ? റൂട്ട് ഹെയർസ് ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നത് കാരണം ദിസ് റൂട്ട് ഹെയർസ് വിൽ increase the surface area for absorption. അവര് surface area for absorption വേണ്ടിയുള്ള surface area കൂട്ടുന്ന ആൾക്കാരാണ് root hairs. So what is their function എന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. They will increase the surface area for absorption വേണ്ടിയിട്ടുള്ള surface area increase ചെയ്യുന്ന ആൾക്കാരാണ് root hairs. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, 2 മാർക്ക്. Next type of figures, estivation. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈസ്റ്റിവേഷൻ. തന്നിട്ടുള്ള എന്താ എന്നുള്ളത് ഈസ്റ്റിവേഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. 3 type of ഈസ്റ്റിവേഷൻ ആണ് തന്നിട്ടുള്ളതെന്ന് അവർ പറയുകയും കൂടി ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, we have to identify these 3 types of estivation. അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Write the peculiarities of corolla in the flowers with estivation labeled C. സിയിലുള്ളതിന്റെ കൊറോളയുടെ പെക്യുലാരിറ്റിയും കൂടെ പറയാം. ഫസ്റ്റ് പടം നോക്കിയേ. ഫസ്റ്റ് പടം നോക്കി കഴിഞ്ഞാൽ ഇതൊരു പെറ്റൽ, ഇതടുത്ത പെറ്റൽ, ഇതടുത്ത പെറ്റൽ, ഇതടുത്ത പെറ്റൽ, ഇതടുത്ത പെറ്റൽ. നോക്കിക്കഴിഞ്ഞാൽ ഈ പെറ്റൽസിന്റെ എൻഡ്സ്, ആ എൻഡ് അല്ലെ മാർജിൻ ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓവർലാപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. ഈ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. സോ ഈ തന്നിട്ടുള്ള ഈസ്റ്റിവേഷൻ എന്ത് ടൈപ്പാ? ഫസ്റ്റ് എ, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. രണ്ടാമത്തെ നോക്ക്, ഇത് ഒരു പെറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിന്റെ അറ്റങ്ങൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പെറ്റലും അതേപോലെ പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പെറ്റലും പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പെറ്റലും ഓവർലാപ്പിംഗ് ഉണ്ട്, അടുത്ത പെറ്റലും ഓവർലാപ്പിംഗ് ഉണ്ട്. എല്ലാ പെറ്റൽസും സൈഡ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർലാപ്പിങ്ങിന് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെയാണ് അവർ ഓവർലാപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. എന്താ വിളിക്കുക? ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. സോ അതാണ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ക്ലിയർ? ഇനി ഇതേപോലെ വേറൊരു ഈസ്റ്റിവേഷനും കൂടെ ഉണ്ട്. പടം ഇവിടെ തന്നിട്ടില്ല, വേറൊരു നാലാമത്തെ നമ്മളൊരു ഈസ്റ്റിവേഷൻ ആണ്. ട്വിസ്റ്റഡ് പോലെ ഇരിക്കും കണ്ടാൽ, എല്ലാം ഓവർലാപ്പ് ചെയ്യും, പക്ഷെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണോ? അല്ല. സോ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒരു ഇങ്ങനെ ഒരെണ്ണം കംപ്ലീറ്റ്ലി പുറത്തായിട്ട് നിൽക്കും, ഇതൊരെണ്ണം പകുതി പുറത്ത് പകുതി അകത്ത്, ഇതും പകുതി പുറത്ത് പകുതി അകത്ത്. ഒരെണ്ണം കംപ്ലീറ്റ്ലി അകത്തായിട്ടിരിക്കും, പിന്നെ ഒരെണ്ണം പകുതി പുറത്തും പകുതി അകത്തുമായിട്ടിരിക്കും. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ വരും. ഈ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇതിനെയാണ് നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വിളിക്കുന്നത്. അത് ഇവിടെ തന്നിട്ടില്ല, സപ്പോസ് ഈ പടം തന്നാൽ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ് എന്ന് പറയണം. ഓക്കെ, ഇനി ഇവിടെ സി ആയിട്ട് തന്നിട്ടുള്ളത് ഏതാ? സി ആയിട്ട് തന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ്. ഇങ്ങനെ പകുതി പുറത്ത് പകുതി അകത്തൊന്നും അല്ല, അതിനൊരു വലിയ പെറ്റൽ ഉണ്ട്. ഈ വലിയ പെറ്റലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാ വിളിക്കുക. അതിന്റെ ഉള്ളിലായിട്ട് 2 ചെറിയ പെറ്റൽസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് വിങ് പെറ്റൽ എന്നാ വിളിക്കുക. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് 2 ഏറ്റവും ചെറിയ പെറ്റൽസ് ജോയിന്റ് ആയിട്ടിരിപ്പുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കീൽ പെറ്റൽസ് എന്നാ വിളിക്കുക. അപ്പോ ഒരു സ്റ്റാൻഡേർഡ് പെറ്റലും 2 വിങ് പെറ്റൽസും 2 കീൽ പെറ്റൽസും കൂടെ ചേരുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ഇസ് കോൾഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ. ക്ലിയർ ആണോ? സോ വാട്ട് ഇസ് വെക്സിലറി ഈസ്റ്റിവേഷൻ? ക്ലിയർ? ഒരാളെന്തോ വലിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ട് ഞാൻ നോക്കിയതാ. മിസ്, ഞാൻ ബയോളജി PYQ സെഷൻ മാത്രം കണ്ട് പഠിച്ചു പോയാൽ അറ്റ്ലീസ്റ്റ് A+ എങ്കിലും കിട്ടുമോ? ഞാൻ വേറൊന്നും പഠിച്ചില്ല മിസ്സേ, എനിക്കൊന്നും അറിയില്ല, PYQ മാത്രം നോക്കാനാ പ്ലാൻ. എടാ, ഞാൻ നിന്നോട് പറയാണ്, നീ PYQs മാത്രം, നീ ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളെങ്കിൽ PYQs മാത്രം നോക്കി പോവാ. A+ നിനക്ക് ഡാം ഷുവർ ഞാൻ തരുന്നുണ്ട്. പിന്നെ നമ്മൾ നിന്റെ ഒരു ഭാഗ്യം അനുസരിച്ച് ചിലപ്പോൾ പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഫുൾ മാർക്കും കിട്ടും.
A+ എന്തായാലും കിട്ടൂടാ, അതിലൊന്നും ഒരു വിഷയമില്ല. A+ കിട്ടാനാണ് ആ പാട്. ഈ 30 എത്ര 27 മാർക്ക് മതി A+. അതൊക്കെ ഷുവർ, ഡാം ഷുവർ ആയിട്ട് എന്റെ മോക്ക് കിട്ടും. അത് നീ ടെൻഷൻ അടിക്കണം. പക്ഷെ എല്ലാ PYQ കാണണം. ഇപ്പൊ കണ്ടിട്ട് പോകുന്ന ഈ 4 ചാപ്റ്ററിന്റെയാ, അടുത്ത ബാക്കി 4 ചാപ്റ്ററിന്റെ ഒക്കെ വരും. അപ്പൊ അതും കൂടി കാണണം. PYQs മാത്രം. ഇനി നിനക്ക് സമയമില്ല എങ്കിൽ, എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നീ ജസ്റ്റ് നോട്ട്സ് ഉണ്ടാവില്ലേ, കംപ്ലീറ്റ് വീഡിയോ കണ്ടു തീർക്കാനൊന്നും ഇനി മോക്ക് സമയമില്ല. നീ ഒന്നും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അവളോട് മാത്രമാണ് പറയുന്നത്, വേറെ ആരുടെ അല്ല, സ്വാഭ എന്ന് പറയുന്ന അവളോട് മാത്രമേ ഞാൻ പറയുന്നത്. നീ ഇനി ഒരു വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് PYQs മാത്രം നോക്കുക. ഓക്കെ? അല്ലെങ്കിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും എന്തെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്സ്റ്റും കൂടി നമ്മൾ അല്ലെങ്കിൽ നോട്ട്സോ എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കാം. PYQs മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് A+ കിട്ടും. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ? ടെൻഷൻ അടിക്കണ്ട, അത് സീനില്ല. സോ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ രണ്ടും പറഞ്ഞു. ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷനും പറഞ്ഞു, പെക്യുലാരിറ്റീസ് ഓഫ് കൊറോളൈൻ ഫ്ലവേഴ്സ് വെച്ചപ്പോൾ താണ്ടേ അതും പറഞ്ഞു, പെക്യുലാരിറ്റീസ് പറഞ്ഞു. ഇതാണ് B പാർട്ട്. ഓക്കെ, done. Next, fill in the blanks. The type of inflorescence in which the main axis continues to grow. Main axis continues to grow ചെയ്യുന്ന type of estivation is called, yes, racemose inflorescence. അല്ലേ? ആണ്. Next, a flower having both gynoecium and androecium. Gynoecium മാത്രമുള്ള ഒരു ഫ്ലവറിനെ നമ്മൾ ഫീമെയിൽ ഫ്ലവർ എന്ന് വിളിക്കും. ആൻഡ്രീഷ്യം മാത്രമുള്ള ഒരു ഫ്ലവറിനെ നമ്മൾ മെയിൽ ഫ്ലവർ എന്ന് വിളിക്കും. A flower having both androecium and gynoecium, then it is a bisexual flower. അതിനെയാണ് ഒരു ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. യെസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. ഇവിടെ ഇപ്പോൾ ഡിഫൈൻ ദ ടേംസ് ഈസ്റ്റിവേഷൻ ആൻഡ് പ്ലാസന്റേഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതല്ലാതെ ഡിഫൈൻ വീനേഷൻ, ഡിഫൈൻ ഫിലോടാക്സി, ഡിഫൈൻ ഈസ്റ്റിവേഷൻ, ഡിഫൈൻ പ്ലാസന്റേഷൻ, ഡിഫൈൻ ഇൻഫ്ലോറസൻസ്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ. ഇത്രയും സാധനങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. സോ ഒരു നമ്മളെല്ലാം പറഞ്ഞു. ഈസ്റ്റിവേഷൻ നമ്മൾ പറഞ്ഞില്ല അല്ലേ? സോ വാട്ട് ഇസ് ഈസ്റ്റിവേഷൻ? ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു അറേഞ്ച്മെന്റാ. ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ്, എന്തിന്റെ അറേഞ്ച്മെന്റ് അത്? സെപ്പൽസ് ഓർ പെറ്റൽസ്. ഒന്നെങ്കിൽ സെപ്പൽസിന്റെ അല്ലെങ്കിൽ പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ്. എവിടെ അറേഞ്ച്മെന്റ് ഇത്? ഇൻ ദി തലാമസ് വിത്ത് റെസ്പെക്ട് ടു ദി, ആരെയൊക്കെ തമ്മിൽ നോക്കിട്ടാ? വിത്ത് റെസ്പെക്ട് ടു ദി അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾഡ്. ആ സെയിം വേൾഡിലുള്ള ഓഫ് ദി സെയിം വേൾ. ആ സെയിം വേൾ എന്ന് വെച്ചാൽ കാലിക്സ് അല്ലെങ്കിൽ കൊറോള, അതിനകത്തുള്ള ബാക്കി ആൾക്കാരെയും കൂടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. സോ ഈസ്റ്റിവേഷൻ എഴുതി. വാട്ട് ഇസ് പ്ലാസന്റേഷൻ? എന്താ പ്ലാസന്റേഷൻ? അത് സിമ്പിളാ, അത് അറേഞ്ച്മെന്റ് അല്ലേ? ഇറ്റ് ഇസ് ദി arrangement of ovules inside the ovary. ഓവറിക്കുള്ളില് ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ പ്ലാന്റ് ഫാമിലി മാത്രം പറഞ്ഞില്ല അല്ലേ? അതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പണ്ടായിരുന്നെ 3 പ്ലാന്റ് ഫാമിലി ഉണ്ട്. ഒരു ഫ്ലോറൽ ഡയഗ്രാം തന്നാ അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ ഫോർമുല തന്നാ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊന്നും വേണ്ട. ഫ്ലോറൽ ഡയഗ്രാം തന്നോ ഒറ്റയടിക്ക് എഴുതുമോ സൊളാനേഷ്യയെ? കാരണം നമുക്ക് അത് മാത്രമേ പഠിക്കാനുള്ളൂ. ഫ്ലോറൽ ഡയഗ്രാം തന്നോ സൊളാനേഷ്യയെ, ഫ്ലോറൽ ഫോർമുല തന്നോ സൊളാനേഷ്യ, എല്ലാം സൊളാനേഷ്യ നമുക്ക്, കാരണം നമുക്ക് സൊളാനേഷ്യ മാത്രമേ പഠിക്കാനുള്ളൂ. ഇവിടെ ഒരു ഫ്ലോറൽ ഡയഗ്രാം തന്നു, സൊളാനേഷ്യ നമ്മൾ കണ്ടുമുട്ടി എഴുതും. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം സൊളാനേഷ്യ ആണോ. ആണ്ടാ, 5 സെപ്പൽസ് ഉണ്ട്, 5 പെറ്റൽസ് ഉണ്ട്, 5 ആൻഡ്രീഷ്യ ഉണ്ട്, 2 ഗൈനീഷ്യ ഉണ്ട്, എപ്പിപെറ്റാലസ് ആയിട്ടുള്ള ആൻഡ്രീഷ്യ ഉണ്ട്. സോ എല്ലാം സൊളാനേഷ്യ. സോ ഒബ്വിയസ്ലി ഐഡന്റിഫൈ ദ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ് ഇസ് സൊളാനേസിയെ എന്ന് പറയുന്ന ഫാമിലിയാണ്. റൈറ്റ് എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഏതെങ്കിലും 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കിക്കോ. എങ്ങനെയാ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പടം നോക്കി കണ്ടുപിടിക്കുന്നതെന്ന്. ഏറ്റവും പുറമേ കാണിക്കുന്നതാണ് അതിന്റെ കാലിക്സ് എന്ന് പറയുന്നത്. ഇവരുടെ കാലിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4, 5 എത്ര പെറ്റൽസ്, എത്ര സെപ്പൽസ് ഉണ്ട്? 5 സെപ്പൽസ് ഉണ്ട്. എല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ വി കോൾ ഇറ്റ് ഗാമോ സെപ്പാലസ്. ആ കാലിക്സ് എങ്ങനെയാ ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് അറിയോ? ഇവിടെ ഇങ്ങനെ ഒരു റാ പോലെ കാണിച്ചിരിക്കുന്നുണ്ടോ? രണ്ട് സെപ്പൽ വരുന്നിടത്ത് ഇങ്ങനെ റാ പോലെ, അതിനർത്ഥം അത് ഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് അർത്ഥം. സോ അത് ഗാമോ സെപ്പാലസ് ആണ്. എന്ത് ടൈപ്പ് ഈസ്റ്റിവേഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്? ഈ കാണിച്ചിട്ടുള്ള ഈസ്റ്റിവേഷൻ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ അല്ലേ? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. സോ കാലിക്സിന്റെ കാര്യം എഴുതിയേ. നെക്സ്റ്റ്, അതിന്റെ ഉള്ളിൽ വരുന്ന ആള്,
അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇയാളാണ് കൊറോള അല്ലെ. കൊറോള നോക്കിയാലും 1 2 3 4 5. അതിനകത്ത് എത്ര പെറ്റൽസ് ഉണ്ട്? 5 പെറ്റൽസ് ഉണ്ട്. ആ 5 പെറ്റൽസ് ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവാണ്. സോ അത് ഗാമോ പെറ്റാലസ് ആയിട്ടാണ് കാണുന്നത്. എന്ത് ടൈപ്പ് ഈസ്റ്റിവേഷൻ അതും കാണിക്കുന്നത്? അതും വാൽവേറ്റ് ഈസ്റ്റിവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ടച്ച് ഈച്ച് അതർ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഉള്ളിൽ അവരുടെ ആൻഡ്രീഷൻ നോക്കുക. സോ ഇതാണ് അവരുടെ ആൻഡ്രീഷ്യം. ഇത് എവിടെയാണ് ഞാൻ എഴുതുക ആൻഡ്രീഷ്യം എന്ന്? അതെ, ഇവിടെ എഴുതുവാണ് ഞാൻ. ഇതാണ് ആൻഡ്രീഷ്യം. ഇതാണ് അവരുടെ ആൻഡ്രീഷ്യം. സോ അവർ ആൻഡ്രീഷ്യം നോക്കാൻ നേരത്ത് 1 2 3 4 5 എത്ര സ്റ്റേമെൻസ് ഉണ്ട്? ആൻഡ്രീഷ്യത്തിനകത്ത് 5 സ്റ്റേമെൻസ് ഉണ്ട്. ആ സ്റ്റേമെൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ സ്റ്റേമനും പെറ്റൽസിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് എപ്പി പെറ്റാലസ് ആയിട്ടാണ് അവരെ സ്റ്റേമെൻസ് ഇരിക്കുന്നത് എന്ന് എഴുതാം. ഫൈനലി ഉള്ളില് ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് അവരുടെ ഗൈനീഷ്യം. സോ അതും കൂടെ എഴുതണം, അവരുടെ ഗൈനീഷ്യം. സോ ഒരു ഗൈനീഷ്യം നോക്കി കഴിഞ്ഞാൽ എത്ര കാർപ്പൽ ഉണ്ട്? 2 കാർപ്പൽ ഉണ്ട്. ഈ പടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്ത് ടൈപ്പ് പ്ലാസന്റേഷൻ ആണ്. ആക്സൈൽ പ്ലാസന്റേഷനിലാണ് അത് ഇരിക്കുന്നത്. ഇനി സൊളാനേഷ്യ ഹൈപ്പോഗൈനസ് ഫ്ലവറാ. സോ അവരെ ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ഓവറി ഉള്ള ആളാ. സോ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഫുൾ അവരുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സാ. ഇതിൽ ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സ് എന്റെ മക്കൾ എഴുതിയാൽ മതി. ക്വസ്റ്റ്യനിൽ അത്രേ ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. സോ ഏതെങ്കിലും 2 എണ്ണം. എങ്ങനെ ആ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതെന്നാ പറഞ്ഞു വന്നത്. ഓക്കെ, ഡൺ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് 2 എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ് ഓഫ് ദിസ് ഫാമിലി. ഈ ഫാമിലിയിൽ കാണുന്ന ഏതെങ്കിലും 2 എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ്. ദിസ് സൊളാനേഷ്യ ഫാമിലി ഇസ് ഓൾസോ കോൾഡ് പൊട്ടറ്റോ ഫാമിലി എന്നാ പറയാ. സോ ഉറപ്പായിട്ടും അതിനകത്ത് വരുന്ന ഒരാളാണ് പൊട്ടറ്റോ. അതുപോലെ വരുന്ന ഒരാളാണ് ടൊമാറ്റോ. അതുപോലെ വരുന്ന ഒരാളാണ് ബ്രിഞ്ചോൾ. അതുപോലെ വരുന്ന ഒരാളാണ് ചില്ലി. ഇതല്ല ആരെങ്കിലും 2 പേര് എഴുതി വെച്ചിരുന്നാൽ മതി. നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിരുന്നു നമ്മൾ എന്തായാലും ഓർത്തിരിക്കുമല്ലോ. ഓക്കെ, സോ ഈ വഴുതനങ്ങയും പൊട്ടറ്റോയും ടൊമാറ്റോ ഒക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കി എന്ന് ആലോചിച്ചാൽ മതി. ആ സാധനങ്ങളല്ലേ ഇത്. ഓക്കെ, നെക്സ്റ്റ്. ഇതും എന്ത് സാധനം തന്നിട്ടുള്ളത്? ഈസ്റ്റിവേഷനാ. എ എന്ത് ടൈപ്പ് ഈസ്റ്റിവേഷനാ? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് പെർട്ടിക്കുലർ ഡയറക്ഷനിൽ. സോ ദിസ് ഇസ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ബി എന്ന് പറയാൻ നേരത്ത് വെക്സിലറി ഈസ്റ്റിവേഷൻ. വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് എ? ഈ ക്വസ്റ്റൻ ആഡ് ചെയ്യാൻ ഇതാ കാരണം. വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് എ എന്നാ ചോദിച്ചത്. ബി അല്ല. ബിയുടെ 3 കൈൻഡ് ഓഫ് പെറ്റൽസ് ചോദിച്ചപ്പോൾ എഴുതാൻ നമുക്കറിയാം. പക്ഷേ വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് എ എന്നൊരു ക്വസ്റ്റൻ അവർ ചോദിച്ചിട്ടുണ്ട്. എയുടെ പെക്യുലാരിറ്റി, ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷന്റെ പെക്യുലാരിറ്റി എന്താ? ഹിയർ ദ പെറ്റൽസ് overlap each other, overlap in each other in a particular direction. ഒരു particular directionൽ ആ പെറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് എഴുതണം. ഈ പോയിന്റ് നിങ്ങൾ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റൻ ആഡ് ചെയ്തത്. ഓക്കെ, സപ്പോസ് വാൽവേറ്റിന്റെ പെക്യുലാരിറ്റിയെ ചോദിച്ചെങ്കിലോ, ഹിയർ ദ മാർജിൻസ് ഓഫ് ദി പെറ്റൽസ് ജസ്റ്റ് ടച്ച് ഈച്ച് അതർ എന്ന് എഴുതണം. ഇംബ്രിക്കേറ്റ് ആണെങ്കിലോ, here the petals overlap but not in a particular direction എന്ന് എഴുതണം. ക്ലിയർ ആണോ? എന്നിട്ട് ഈ ക്വസ്റ്റൻ ആഡ് ചെയ്തത്. നെക്സ്റ്റ് സിമ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ് ഇസ് കോൾഡ് ഇൻഫ്ലോറസെൻസ്. ഒന്നും പറയാനില്ല അതിനകത്ത്, ഇൻഫ്ലോറസെൻസ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് an actinomorphic flower from a zygomorphic flower? എങ്ങനെയാണ് ഒരു ആക്ടിനോമോർഫിക് ഫ്ലവറിനെയും സൈഗോമോർഫിക് ഫ്ലവറിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? എഴുതണം. In an actinomorphic flower, this flower can be divided into 2 equal halves. Can be divided into 2 equal halves by passing through any plane. ഏതെങ്കിലും ഒരു പ്ലെയിൻ മതി. Through its center. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും we get 2 equal halves. ഈ ടൈപ്പ് ഓഫ് സിമെട്രിക്ക് നമ്മൾ പറയുന്ന പേരെന്താ? അതിനെ നമ്മൾ റേഡിയൽ സിമെട്രി ഉള്ള ഫ്ലവർ എന്നാ വിളിക്കുക. ഓക്കെ, നേരെ മറിച്ച് സൈഗോമോർഫിക് ഫ്ലവറിന്റെ പ്രത്യേകത എന്താ? ഹിയർ ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ടു 2 equal halves.
only through a single plane through its center. അതിന്റെ സെന്ററിലൂടെ പോകുന്ന ഒരു through its center ഒരൊറ്റ സിംഗിൾ പ്ലെയിനിലൂടെ മാത്രമേ അതിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റൂ സൈഗോമോർഫിക് ഫ്ലവറിനെ. ഈ ഒരു ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് this is having bilateral symmetry ഉള്ള ഫ്ലവർ ആണ് എന്നാ പറയാം. ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഫ്രൂട്ടിന്റെ കാര്യം അറിഞ്ഞിരിക്കണം. ഒരു ഫ്രൂട്ടിന്റെ പടവാ തന്നിട്ടുള്ളത്. ഏതൊക്കെയോ പാർട്സ്, എ എന്ന് പറഞ്ഞൊരു പാർട്ടും ബി എന്ന് പറഞ്ഞൊരു പാർട്ടും. എ എന്ന് പറഞ്ഞ പാർട്ട് ഏതാടാ? ഏറ്റവും പുറമേ കാണുന്ന അതിനെയാണ് നമ്മൾ എപ്പി കാർപ്പ് എന്ന് വിളിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ അതിന്റെ നടുക്ക് കാണുന്നതാണ്, അതിനെയാണ് നമ്മൾ മീസോ കാർപ്പ് എന്ന് പറയാ. ഈ ഫ്ലവറിന്, അതായത് മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ഉള്ള ഈ ഒരു ഫ്ലവറിൽ നിന്നുണ്ടായ ഫ്രൂട്ടിന് നമ്മളൊരു ടെക്നിക്കൽ നെയിം വിളിക്കും. ആ ടെക്നിക്കൽ നെയിം എന്താ? ഡ്രൂപ്പ്. യെസ്, ഡ്രൂപ്പ് എന്നാണ് ആ ടെക്നിക്കൽ നെയിമിനെ നമ്മൾ വിളിക്കുന്ന പേര്. നെക്സ്റ്റ്, ലേബിൾ ദ പാർട്സ് എ ആൻഡ് ബി. നമ്മൾ ലേബിൾ ചെയ്തു. നെക്സ്റ്റ്, ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഫ്രം ദ ഗിവൺ ഫ്രൂട്ട്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഇസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്ത ഫ്രൂട്ടിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഈ ഗിവൺ ഫ്രൂട്ട് എങ്ങനെയാ? ദിസ് ഗിവൺ ഫ്രൂട്ട് ഇസ് ഫോംഡ് വിത്ത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്ന് പറയണം. ഇത് ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായ ഫ്രൂട്ടാണ് ഗിവൺ ഫ്രൂട്ട്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് തീർന്നു. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പടവും കൂടെ കാണുമോ? പ്ലൂമ്യൂൾ എന്ന് പറയുന്നതുമായിട്ട് റിലേറ്റഡ് ആണ് കൊളിയോപ്റ്റൈൽ. അങ്ങനെയാണെങ്കിൽ റാഡിക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൊളിയോറൈസ. പ്ലൂമ്യൂളുടെ കവറിംഗ് ആണ് കൊളിയോപ്റ്റൈൽ, സോ റാഡിക്കിളിന്റെ കവറിംഗ് ആണ് കൊളിയോറൈസ. സിമ്പിൾ. ഈ പടം കൂടെ നോക്കിയ സീഡിനെ, മോണോകോട്ട് സീഡിനെ തന്നിട്ടുള്ളത്. അവര് ദാ ആ എംബ്രിയോയുടെ പാർട്സ് ആണ് ഇത്. ആ എംബ്രിയോയുടെ ഈ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലൂമ്യൂൾ. ആ പ്ലൂമ്യൂളിനെ കവർ ചെയ്തിട്ടുള്ളതാണ് 1, സോ അതാണ് കൊളിയോപ്റ്റൈൽ. താഴത്തെ പാർട്ട് 3 ആണ് നമ്മളുടെ റാഡിക്കിൾ. ആ റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ടുള്ളതാണ് 4, സോ ഇറ്റ് ഇസ് കൊളിയോറൈസ. ഓക്കെ, 2 മാർക്കാ. 2 മാർക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, നോട്ട്സ് പിന്നെ മറക്കരുത്, കയറാം. കഴിഞ്ഞു. കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഒന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ അടിച്ചിട്ടില്ല. നിങ്ങൾ അത് ആലോചിക്കണം. എല്ലാത്തിന്റെയും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന്റെ എല്ലാം പ്രീവിയസ് എടുക്കാനായി ഇഷ്ടംപോലെ വരും. സോ ഈ ചാപ്റ്റർ ഇതിനപ്പുറത്ത് എന്റെ മോക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഒരാൾ ചോദിച്ചില്ലേ പ്രീവിയസ് ഇയർ മാത്രം ചെയ്യുന്നത്, നീ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചാൽ അത് പുറത്തുനിന്നൊന്നും ആ ചാപ്റ്റർ പഠിക്കാൻ നിൽക്കണം. ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയത്. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഈ ചാപ്റ്ററിൽ ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണേടാ, അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഡൺ. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാം. ഓക്കെ, ഇവിടെ തീർത്താ തീർന്നില്ലേ? നമുക്ക് പെട്ടെന്ന് തീർക്കാം. ക്ലിയർ? ഓക്കെടാ, നോ ഡൗട്ട്, സെറ്റ്. ഓക്കെടാ മക്കളെ, അത് മതി. നെക്സ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇന്റേണൽ ഫീച്ചേഴ്സ്. സോ ഇന്റേണൽ ഫീച്ചേഴ്സിന്റെ സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാട്ടമി. നോ ഡൗട്ട് അറ്റ് ഓൾ അല്ലേ? ഓക്കെ, സോ ആ ഇന്റേണൽ ഫീച്ചേഴ്സിന്റെ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കുന്നത് കുറച്ച് ടിഷ്യൂസ്, അതിന്റെ ടിഷ്യൂ സിസ്റ്റംസ്. 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റംസ്: എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. പിന്നീട് ഈ ടിഷ്യൂ സിസ്റ്റംസ് കൂടി ചേർന്നിട്ടാണ് റൂട്ടും സ്റ്റെമ്മും ലീഫും ഉണ്ടാവുന്നത്. റൂട്ടിൽ തന്നെ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്, സ്റ്റെമ്മില് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് സ്റ്റെമ്മ്, ലീഫില് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് ലീഫ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. കുഞ്ഞു ചാപ്റ്റർ. ബാക്കി സെക്കൻഡറി ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഡിലീറ്റഡ് പോർഷൻ. അതൊന്നും നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കടാ. ആഹാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഇതിനകത്ത് ദേവു എന്നും പറഞ്ഞ ആരെയോ പറ്റിയെങ്കിലും സംസാരിക്കുന്നുണ്ട്. സോ ദേവൂസ് എന്നൊക്കെ പറഞ്ഞ ആരൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കുന്നത് എന്നെ വിളിക്കുന്നതാണോ ദേവാന്നാണോ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. തന്നെയല്ലേ നിങ്ങൾ അതിന്റെ ഇടയിൽ നിങ്ങളെ പ്രൈവറ്റ് മാറ്റേഴ്സ്. ഓക്കെ, നോക്ക്. നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇൻ ദ ഫിഗർ. ഈ വാസ്കുലർ ബണ്ടിൽ ഒന്ന് നോക്കിയേ.
സൈലം എന്ന് പറഞ്ഞത് ഒരു റേഡിയസിൽ ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഫ്ലോയം സെയിം റേഡിയസിലാണോ? അല്ല, ഫ്ലോയം ഒരു ഡിഫറെന്റ് റേഡിയസിൽ പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇസ് കോൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ഇതിനെയാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. സോ ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയൽ ടൈപ്പ്. ഓക്കെ, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, ഹിയർ ആർ സം അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതില് സ്റ്റെമ്മിന്റേത്, റൂട്ടിന്റേത്, ലീഫിന്റേത് എന്ന് പറയണം. സ്പോഞ്ചി പാരൻകൈമ. പാലിസൈഡും സ്പോഞ്ചിയും പാരൻകൈമ എന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കണം അത് ലീഫിനാണ്. സോ സ്പോഞ്ചി പാരൻകൈമ ഉറപ്പായിട്ടും ലീഫിന്റെ ഫീച്ചർ ആണ്. നെക്സ്റ്റ്, ഹൈപ്പോഡെർമസ് പ്രസന്റ്. ഹൈപ്പോഡെർമസ് റൂട്ടിൽ പഠിച്ചപ്പോൾ നമ്മൾ ഹൈപ്പോഡെർമസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല. സ്റ്റെമ്മിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഹൈപ്പോഡെർമസ്. ഡൈക്കോട്ട സ്റ്റെം ആണെങ്കിൽ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമസും, മോണോക്കോട്ട സ്റ്റെം ആണെങ്കിൽ ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമസ്. എന്തായാലും ഹൈപ്പോഡെർമസ് സ്റ്റെമ്മിനുണ്ടെന്നാ പഠിച്ചത്. സോ ഹൈപ്പോഡെർമാറ്റിസ് പ്രസന്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റെം. എക്സാർച്ച് സൈലം. സൈലം എക്സാർച്ച്. സോ അതിനൊരു കോഡ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. സെന്റ് എന്ന കോഡ് പറഞ്ഞു തന്നത്. അതില് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മും എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡാർച്ചും. സോ സ്റ്റെമ്മിൽ എൻഡാർച്ചാ. സോ എക്സാർച്ച് എവിടെ ആയിരിക്കും? റൂട്ടിലായിരിക്കും. സോ ഇവിടെ എക്സാർച്ച് സൈലം കാണുന്നത് റൂട്ടില്. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ അതെവിടാ കാണുക? കൺജോയിന്റ് ഓപ്പൺ. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. കൺജോയിന്റ് എവിടെ കാണുക? വാസ്കുലർ ബണ്ടിൽ സ്റ്റെമ്മിലാ കാണുക. സോ കൺജോയിന്റ് ഓപ്പൺ കാണുന്നത് സ്റ്റെമ്മിലാ. ലാർജ് എംറ്റി ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ലീഫ് തുറക്കണോ, ഗ്രാസസിന്റെ ലീഫ് തുറക്കണോ അടയ്ക്കണോ എന്ന് തീരുമാനിക്കുന്ന ആളാ. സോ ബുള്ളിഫോം സെൽസ് എവിടാ കാണുക? ലീഫില്. എൻഡോഡെർമസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ്. കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂബറിൻ ഡെപ്പോസിഷൻ വരുന്ന സാധനങ്ങളെ, എൻഡോഡെർമസിൽ സ്യൂബറിൻ ഡെപ്പോസിഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് വിളിക്കുക. അതെവിടാ കാണുക? റൂട്ടിലാ കാണുക. റൂട്ട്. സോ റൂട്ടിനെ കുറിച്ചുള്ള രണ്ടെണ്ണം കിട്ടി. ഞാൻ ഇത് ABCD ഇടട്ടെ. ABCDEF. സോ നിങ്ങൾ എടുത്തെടുത്ത് എഴുതണം. നിങ്ങൾ ABCD എഴുതരുത്. സ്റ്റെമ്മിൽ വരുന്നത് ബിയും വരും ഡിയും വരും. റൂട്ടിൽ വരുന്നത് സിയും വരും എഫും വരും. ലീഫിൽ വരുന്നത് എയും വരും ഇയും വരും. നിങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതാൻ നിങ്ങൾ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, ഞാൻ പിന്നെ അതൊന്ന് കോളം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, all the tissues on the inner side of endodermis together constitute. നമ്മളൊരു റൂട്ട് എടുക്കുക. റൂട്ട് എടുത്തപ്പോ റൂട്ടിലെ എൻഡോഡെർമസിന്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളെയും കൂടെ ചേർത്ത് നമ്മളൊരു പേര് വിളിക്കും. എൻഡോഡെർമസിന്റെ ഉള്ളിൽ ആരൊക്കെ വരും? പെരിസൈക്കിൾ വരും, പിത്ത് വരും, വാസ്കുലർ ബണ്ടിൽസ് വരും, കൺജങ്ക്റ്റീവ് ടിഷ്യൂ വരും. ഇവരെല്ലാരെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റീൽ എന്നാ വരിക. സോ ഈ സ്റ്റീലിൽ ആരൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ വരും? ഇതിന്റെ ഉള്ളിൽ എൻഡോഡെർമസിന്റെ ഉള്ളിൽ വരുന്ന ആളാണ് പെരിസൈക്കിൾ വരും, വാസ്കുലർ ബണ്ടിൽസ് വരും, പിത്ത് വരും, കൺജങ്ക്റ്റീവ് ടിഷ്യൂ വരും. ഇവരെല്ലാരെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ. ഓക്കെ, ഒരു മാർക്ക്. നെക്സ്റ്റ്, ഹൗ ഡു കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ ഡിഫർ ഫ്രം റേഡിയൽ വാസ്കുലർ ബണ്ടിൽ? സ്ഥിരം ക്വസ്റ്റ്യൻ. അവർക്ക് ചോദിച്ചൊരു നാണം ഇല്ലാതെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിലും റേഡിയൽ വാസ്കുലർ ബണ്ടിലും. എന്താണ് ഇത് കൺജോയിന്റ് റേഡിയൽ എന്താ? ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. യെസ്, വാസ്കുലർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് ആണ് കൺജോയിന്റും റേഡിയൽ എന്ന് പറയുന്നത്. അതില് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ നീങ്ങി പോന്നല്ലോ. ഫസ്റ്റ് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ, ഇവിടെ radial vascular bundle. So what is conjoined vascular bundle and what is radial vascular bundle? Conjoined vascular bundle എന്ന് പറയുമ്പോൾ here the xylem and the phloem are arranged in same radius. xylem phloem ഒരേ റേഡിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പടവും കൂടെ വരച്ചു വെക്കണം. അത് ഇങ്ങനെ വരയ്ക്കണം. വരച്ചിട്ട് ഇത് സൈലവും ഇത് ഫ്ലോയവും എന്നിങ്ങനെ എഴുതി വെക്കണം. ഇതാണ് കൺജോയിന്റ്. എന്നിട്ട് എഴുതണം എക്സാമ്പിൾ. ഇത് എവിടാ കാണുക?
സ്റ്റെമ്മിലാണ് കൺജോയിന്റ് കാണുക എന്നും കൂടെ എഴുതണം. അത്രയേ ഉള്ളൂ കൺജോയിന്റിനെ കുറിച്ച് എഴുതാൻ. നെക്സ്റ്റ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. അപ്പൊ നിങ്ങൾ എഴുതണം ഹിയർ the xylem and the phloem are arranged in different radii. ഒരേ റേഡിയയിലാണോ? അല്ല, ഡിഫറെന്റ് റേഡിയയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ പടോടെ വരച്ചേക്കണം. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വട്ടം വരച്ചിട്ട് ഇതാ പുറത്തായിട്ടായിരിക്കും ആര്? സൈലം അല്ല ഫ്ലോയം. അകത്തായിട്ടായിരിക്കും എന്താ ഇങ്ങനെ സൈലം. സോ ഈ ബ്ലൂ കളറെല്ലാം സൈലവും ഈ റെഡ് കളറിൽ ഞാൻ വരച്ചിട്ടുള്ളതൊക്കെ ഫ്ലോയവും. ഇത് വരച്ചു വെച്ചാൽ സിമ്പിൾ. ഓക്കെ. ഇനി എക്സാമ്പിൾ ആയിട്ട് ഇത് എവിടാ കാണുക? റേഡിയൽ റൂട്ടിലാണ് കാണുക. കഴിഞ്ഞു. കൺജോയിന്റ് ആൻഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ആർ ദി 4 components of xylem in angiosperms? ആൻജിയോസ്പെർമിന്റെ സൈലത്തിന് 4 കമ്പോണൻസ് ഉണ്ട്. എടാ 4 ടൈപ്പ് ഓഫ് സെൽസ് ഏതൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതൊക്കെയാ? മെയിൻ ആയിട്ടും ആദ്യം വരുന്നത് സൈലത്തിന്റെ വെസൽസ്, രണ്ടാമത്തത് സൈലത്തിന്റെ ട്രക്കീഡ്സ്, മൂന്നാമത്തത് സൈലം പാരൻകൈമ, നാലാമത്തത് സൈലം ഫൈബേഴ്സ്. ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ആർ ബുള്ളിഫോം സെൽസ്? 1 മാർക്ക്. മെൻഷൻ ദെയർ ഫംഗ്ഷൻ 1 മാർക്ക്. മൊത്തത്തിൽ 2 മാർക്ക്. വാട്ട് ആർ ദിസ് ബുള്ളിഫോം സെൽസ്? ആരിൽ കാണുന്നതാ ബുള്ളിഫോം സെൽസ്? ഗ്രാസസിൽ കാണുന്നതാ. ഓക്കെ. സോ ബുള്ളിഫോം സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാസസിന്റെ അപ്പർ എപ്പിഡേമിസിലുള്ള ഈ എപ്പിഡേമൽ സെൽസ് ഇല്ലേ, അവര് മോഡിഫൈ ചെയ്തിട്ട് ബുള്ളിഫോം സെൽസ് ആയിട്ട് മാറുന്നതാ. സോ ദീസ് ബുള്ളിഫോം സെൽസ് ആർ ലാർജ് ആയിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള കളർലെസ് സെൽസ് ആണ് അവര്. കളർലെസ് സെൽസ് which are the modified upper epidermal cells seen in grasses leaves. ഗ്രാസസിന്റെ ലീഫിൽ കാണുന്ന മോഡിഫൈഡ് അപ്പർ എപ്പിഡേമൽ സെൽസിനെയാണ് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് ദെയർ ഫംഗ്ഷൻ? അവരുടെ ഫംഗ്ഷൻ എന്താ? അവരുടെ ഫംഗ്ഷൻ ഇറ്റ് വിൽ റെഗുലേറ്റ് ദ എക്സ്പോഷർ ആൻഡ് ദി കേളിംഗ് ഓഫ് ഗ്രാസസ് ലീവ്സ്. അയ്യോ പോയാ. ഇറ്റ് വിൽ regulate the exposure and curling in of the grasses leaves. എങ്ങനെ അവർ ചെയ്യാ? അതായത് ഇത് ബുള്ളിഫോം സെൽസ്. ഈ ബുള്ളിഫോം സെൽസ് ടേർജ്ഡ് ആവുന്ന സമയത്ത് ലീഫ് എക്സ്പോസ്ഡ് ആവും. ലീഫ് ഇങ്ങനെ തുറന്നിരിക്കും. ഇനി ബുള്ളിഫോം സെൽസ് ഫ്ലാസിഡ് ആവുന്ന സമയത്ത് ലീഫ് ഇങ്ങനെ ഉള്ളിലേക്ക് കേൾ ചെയ്യും. ഒരു ഫ്ലാസിഡ് ആവും. ഫ്ലാസിഡ് ആവുന്ന വെച്ചാൽ വെള്ളം നഷ്ടപ്പെടുക. അപ്പോ ലീഫ് കേൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ റെഡ്യൂസിങ് വാട്ടർ ലോസ്. വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ. നെക്സ്റ്റ്, ബുള്ളിഫോം സെൽസ് ഓക്കെ ആണോ? നെക്സ്റ്റ്, the tissue between the upper and lower epidermis in a dorsiventral leaf is called mesophil tissue. എടാ dorsiventral leaf എന്ന് പറഞ്ഞാൽ ഏത് ലീഫാ? മോണോകോട്ട് ലീഫാണോ ഡൈക്കോട്ട് ലീഫാണോ? ഒരു ഡൈക്കോട്ട് ലീഫിനെ വിളിക്കുന്ന പേരാണ് ഡോഴ്സിവെൻട്രൽ ലീഫ് എന്ന്. ഓക്കെ. അതിന്റെ അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസിന്റെ ഇടയിലുള്ള ടിഷ്യൂവിനെ നമ്മൾ മീസോഫിൽ ടിഷ്യൂ. അതിപ്പോ ഒരു മോണോകോട്ട് ആയാലും അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസിന്റെ ഇടയിലുള്ളതിനെ നമ്മൾ മീസോഫിൽ ടിഷ്യൂ എന്ന് തന്നെ വിളിക്കുക. പക്ഷേ ഡൈക്കോട്ട് ലീഫിന്റെ പ്രത്യേകത അവരുടെ മീസോഫിൽ ടിഷ്യൂവിനെ 2 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മള്. അതുകൊണ്ട് അവർ പറയുന്നുണ്ട് നെയിം ദ 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദി മീസോഫിൽ ടിഷ്യൂ. ഏതൊക്കെയാ 2 ടൈപ്സ് ഓഫ് സെല്ല്? അപ്പറിലോട്ട് കാണുന്ന ഇങ്ങനെ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഈ സെല്ലുകളെ, ഈ മീസോഫിൽ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേര് പാലിസൈഡ് മീസോഫിൽ എന്നാ വിളിക്കുക. ഇനി താഴോട്ട് കാണുന്ന കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ഈ ടൈപ്പ് ഓഫ് മീസോഫിൽ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പോഞ്ചി
മീസോഫിലം. സോ 2 types of മീസോഫിൽ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിസൈഡ് മീസോഫിലം, സ്പോഞ്ചി മീസോഫിലം. ഓക്കെ ആണോ? 1 മാർക്ക് കിട്ടി. രണ്ടാമത്തത്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മീസോഫിൽ ടിഷ്യൂ? എന്താ മീസോഫിൽ ടിഷ്യൂന്റെ ഫംഗ്ഷൻ? ലീഫിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഈ മീസോഫിൽ സെൽസ് ആണ് ആ ഫോട്ടോസിന്തസിസ് നടത്തുക. സോ വാട്ട് ഇസ് ദെയർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. കഴിഞ്ഞു, സിമ്പിൾ, 2 മാർക്ക്. നെക്സ്റ്റ്, വാട്ട് ആർ സിമ്പിൾ ടിഷ്യൂസ്? റൈറ്റ് എനി 2 എക്സാമ്പിൾസ്. വാട്ട് ആർ സിമ്പിൾ ടിഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സിമ്പിൾ ടിഷ്യൂ? ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താ സിമ്പിൾ ടിഷ്യൂ? സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടിഷ്യൂസ് which are made up of only one kind of cell. ഒരു കൈൻഡ് ഓഫ് സെല്ല് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ ടിഷ്യൂനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ടിഷ്യൂ. റൈറ്റ് എനി 2 എക്സാമ്പിൾസ്. അതിൽ പാരൻകൈമ നമുക്ക് പഠിക്കാനുള്ളതാ. എക്സാമ്പിൾസ് ചോദിച്ചാൽ ഒന്ന് പാരൻകൈമ, രണ്ടാമത്തത് കോളൻ കൈമ, അടുത്തത് സ്ക്ലീറൻ കൈമ. ഇവർ 3 പേരുമാണ് സിമ്പിൾ ടിഷ്യൂസ്. ഏതെല്ലാം രണ്ടെണ്ണം എഴുതിയേക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് എൻടാർച്ച് ആൻഡ് എക്സാർച്ച് സൈലം. ഇത് സ്ഥിരം ക്വസ്റ്റൻ ആണ്, അവർ ചോദിച്ചു കിടക്കുന്ന ക്വസ്റ്റൻ ആണ്. എക്സാർച്ച് ആൻഡ് എൻടാർച്ച് സൈലം അറേഞ്ച്മെന്റ് ആണോ? ആണ്. എന്തിന്റെ അറേഞ്ച്മെന്റാ? പ്രോട്ടോസൈലത്തിന്റെ അറേഞ്ച്മെന്റ് ആണ്. സോ എൻടാർച്ച് സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടോസൈലം, arrangement of xylem where protoxylem is towards the center. പ്രോട്ടോസൈലത്തെ സെന്ററിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻടാർച്ച് സൈലം. സോ എക്സാർച്ച് സൈലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് വെയർ ദ പ്രോട്ടോസൈലം ഇസ് അറേഞ്ച്ഡ് ടുവേർഡ്സ് ദി പെരിഫറി. പ്രോട്ടോസൈലം പെരിഫറിയിലായിട്ട് അറേഞ്ച് ചെയ്തതിനാണ് നമ്മൾ എക്സാർച്ച് സൈലം എന്ന് പറയാം. ഇത് എവിടാ കാണുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കണം. എൻടാർച്ച് സൈലം സ്റ്റെമ്മിലാണ് കാണുന്നത്, എക്സാർച്ച് സൈലം റൂട്ടിലാണ് കാണുന്നത്. ഇത്ര എഴുതിയാൽ മതി. 2 മാർക്കിന് ഇത്ര എഴുതാനുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ്, റൈറ്റ് എനി 2 anatomical differences between stem and root of angiosperm. സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള ഏതെങ്കിലും 2 അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുക. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ സാധനം തന്നെ. സ്റ്റെമ്മില് എൻടാർച്ച് ആയിട്ടാണ് സൈലം കാണുന്നത്, റൂട്ടിലാണെങ്കിലോ എക്സാർച്ച് ആയിട്ടാണ് സൈലം കാണുന്നത്, അല്ലേ? ആണ്. ഇനി സ്റ്റെമ്മിൽ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റേഡിയൽ ആയിട്ടാണോ കൺജോയിന്റ് ആയിട്ടാണോ? യെസ്, ഇവിടെ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലാണ്, അല്ലയോ? റൂട്ടിലാണെങ്കിലോ റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്, VB എന്ന് എഴുതിയ വാസ്കുലാർ ബണ്ടിലാണ്. ഓക്കെ, ഇനി സ്റ്റെമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെമ്മിൽ ഹൈപ്പോഡെർമിസ് ഉണ്ട്, റൂട്ടിൽ ഹൈപ്പോഡെർമിസ് ഉണ്ടോ? ഇല്ല. സോ ഇവിടെ എഴുതാം ഹൈപ്പോഡെർമിസ് പ്രസന്റ്. ഇവിടെ ഹൈപ്പോഡെർമിസ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഹൈപ്പോഡെർമിസ് ആബ്സെന്റ് ആണ്. ഓക്കെ, സോ ഇനി സ്റ്റെമ്മിലെ കോർട്ടെക്സിൽ എന്തുണ്ട്? 3 ലെയർ ഉണ്ട്. ഇവിടെ 3 ലെയർ ഇല്ല, ഹൈപ്പോഡെർമിസ് ആയിട്ട് പറഞ്ഞു, വേണ്ട, അത് വേണ്ട. ഇനി സ്റ്റെമ്മിൽ കോർട്ടെക്സ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോ എൻഡോഡെർമിസ്. ഓക്കെ, കാസ്പേറിയൻ സ്ട്രിപ്സ് ഉണ്ടോ? റൂട്ടിലുണ്ടോ? റൂട്ടിലുണ്ട്. ഇവിടെ ഉണ്ടോ? സ്റ്റെമ്മിലില്ല. സോ ഇവിടെ കാസ്പേറിയൻ സ്ട്രിപ്സ് ആബ്സെന്റ് ആണ്. റൂട്ടിലാണെങ്കിലോ കാസ്പേറിയൻ സ്ട്രിപ്സ് പ്രസന്റ് ആണ്. ആണോ? ആണ്. സ്റ്റെമ്മില് വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെ അറേഞ്ച്മെന്റ് ആണ്? ഒരു റിംഗ് അറേഞ്ച്മെന്റ് അല്ല. മറ്റേടുത്ത് റിംഗ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വേണ്ട, മേജർ ആയിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും എഴുതിക്കൂടെ? എഴുതാമോ ഇല്ലയോ? എഴുതാലോ, മതി. അവര് 2 ചോദിച്ചിട്ടുള്ളൂ. 2 അനാട്ടമി, ഞാൻ 4 എന്നാടാ വായിച്ചത്, സോറി. സാരമില്ല, നിങ്ങൾ ഒരു 2-3 പോയിന്റ് കൂടെ എക്സ്ട്രാ വെച്ചോ, ഏതെങ്കിലും എഴുതിയിരുന്നാൽ മതി. ഓക്കെ, choose the correct answer. Vascular bundles
which have cambium between xylem and phloem is called open എന്നാണോ closed എന്നാണോ open. cambium ഉണ്ടെങ്കിൽ secondary growth ഉണ്ട്, so അത് open ആണ്, open vascular bundle. Next, during sunny days the grasses leaves curl inwards and minimize water loss. Why? And name the cell responsible for this curling. ഏത് സെല്ലാണ് responsible for this curling? Yes, നമ്മൾ നേരത്തെ പറഞ്ഞ bulliform cells ആണ് cells responsible for curling. And why? എന്തുകൊണ്ടാ അവര് ലീഫ് കേൾ ചെയ്യുന്നത്? because of the turgidity difference of bulliform cells. എന്തുകൊണ്ടാ കേൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ bulliform cellsന്റെ turgidity difference വരുന്നത് കൊണ്ടാണ്. when bulliform cells become, അത് എഴുതണം എപ്പോഴാണ് എന്നുള്ളത്. when bulliform cells become flaccid, ഒരു flaccid ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ലീഫ് curls inward, ലീഫ് അകത്തേക്ക് ചുരുണ്ട് മടങ്ങിയിരിക്കും. എന്നിട്ട് എപ്പോഴാണോ bulliform cells turgid ആവുന്നത് അപ്പോ ലീഫ് എക്സ്പോസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇതാണ് bulliform cellsന്റെ ഫംഗ്ഷനിങ്, ഇത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിയർ ആയി? സ്റ്റൊമാറ്റ, ഇതുപോലെ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷനിങ് ഇമ്പോർട്ടൻ്റ്. സ്റ്റൊമാറ്റയുടെ പടവും അറിഞ്ഞിരിക്കണം. ആ പടം ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, മറന്നുപോയി. ആ പടവും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം സ്റ്റൊമാറ്റയുടെ, കേട്ടോ. സോ സ്റ്റൊമാറ്റ ആർ സ്മോൾ ഓപ്പണിങ്സ് present in the epidermis of leaves. Leaves in epidermis കാണുന്ന small openings are. The stomata are bounded by guard cells. Yes, stomata guard cells കൊണ്ട് bounded ആണ്. Mention the role of guard cells in the stomatal mechanism. Stomatal mechanism guard cells ന്റെ function എന്താണ് എന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ guard cells ന്റെ function stomatal mechanism ത്തിൽ? You know? അറിയോ? guard cells ന്റെ function എന്താ? ഒന്നുമില്ല. ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആവുന്നോ ടേർജിഡ് ആവുന്നോ എന്നുള്ള രീതിയിൽ, ഗാർഡ് സെൽസിനകത്ത് വെള്ളം കയറുന്നോ ഇല്ലയോ എന്ന രീതിയിലിരിക്കും സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നുള്ളത്. അത്രയും മാത്രം എഴുതിയാൽ മതി. ഇതിൽ ഒന്നാമത്തത് എന്താ? when water enters the guard cell, ഗാർഡ് സെല്ലിനകത്ത് വെള്ളം എൻ്റർ ചെയ്താൽ guard cell becomes turgid. guard cells turgid ആവും. guard cells turgid ആയാൽ എന്ത് പറ്റും? അവരുടെ ഔട്ടർ വാള് ബൾജ് ചെയ്യും, ഇന്നർ വാള് ബാക്കിലേക്ക് വലിയും. അപ്പോൾ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യും. their outer wall bulges and stomata ഓപ്പൺ ചെയ്യും. ഇനി നേരെ മറിച്ച് when guard cells become flaccid ആവുന്ന സമയത്തോ become flaccid when water leaves the guard cell. ഗാർഡ് സെല്ലിനകത്തുനിന്ന് വാട്ടർ പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുക, ഇപ്പൊ സെന്റൻസ് ആക്കി എഴുതിക്കൊണ്ടാ. ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആയാൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും. ഗാർഡ് സെൽസ് ടേർജിഡ് ആയാൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും, ഓപ്പൺ ചെയ്യും. സോറി, ഇത്രേ ഉള്ളൂ. ഓക്കെ, എവിടെ നോക്കടാ? സ്ഥലം എവിടെ ഉള്ളത്? സ്ഥലമില്ല, വേണ്ട, സ്ഥലം ഇത് മതി, ഇത്ര എഴുതിയിരുന്നാൽ മതി. ഓക്കെ, സ്റ്റൊമാറ്റയുടെ പടത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സ്റ്റൊമാറ്റ ഏതാണ്, ഗാർഡ് സെൽ ഏതാണ്, സബ്സിഡറി സെൽസ് ഏതാണ്, എപ്പിഡെർമൽ സെൽസ് ഏതൊക്കെയാണെന്ന്. പിന്നെ ഒരു സ്റ്റൊമാറ്റയുടെ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് വരുന്നത്, സ്റ്റൊമാറ്റ ഡൈക്കോട്ടിലാണെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ ബീൻ ഷേപ്ഡും മോണോകോട്ടിലാണെങ്കിൽ ഡംബൽ ഷേപ്ഡും. അത് മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the type of vascular bundles in figure 1 and 2 and write the features of each vascular bundle. A എന്ന് പറയുമ്പോൾ സൈലം അകത്തും ഫ്ലോയം പുറത്തും. സൈലത്തിന്റെ ഫ്ലോയത്തിന്റെയും ഇടയിൽ ആരുമില്ല, സോ ഇത് കൺജോയിന്റ്
ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആണ്. അടുത്തത് ഇത് സൈലം അകത്തും ഫ്ലോയം പുറത്തും ഒരേ റേഡിയസിലുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരാളുണ്ട്, കേംബിയം എന്ന് പറയുന്ന ഒരാളുണ്ട്. സോ ദിസ് ഇസ് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഇതാണ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സ് എഴുതാൻ പറയുമ്പോൾ ഇൻ കൺജോയിന്റ് ക്ലോസ്ഡില് സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയസ് അല്ലെ, ഒരേ റേഡിയസിൽ തന്നെയാണ് സൈലം ഫ്ലോയം അറേഞ്ച്ഡ് ഉള്ളത്. ഇവിടെയും അങ്ങനെയാണ്. സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയസ്. ഇവിടെയും സെയിം റേഡിയസിലാണ് സൈലം ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കേംബിയം ഉണ്ടോ? ഇല്ല. കൺജോയിന്റ് ക്ലോസ്ഡില് കേംബിയം ആബ്സെന്റ് ആണ്. കൺജോയിന്റ് ഓപ്പണിലാണെങ്കിലോ കേംബിയം പ്രസന്റ് ആണ്. കൺജോയിന്റ് ക്ലോസ്ഡ് എവിടാ കാണുക? മോണോകോട്ട് സ്റ്റെമ്മിലാ കാണുക. കൺജോയിന്റ് സ്റ്റെമ്മിലാണ്. കൺജോയിന്റ് ഓപ്പൺ മോണോകോട്ട് അല്ല ഡൈക്കോട്ട് സ്റ്റെമ്മിലും, കൺജോയിന്റ് ക്ലോസ്ഡ് മോണോകോട്ട് സ്റ്റെമ്മിലും. ഇനി കൺജോയിന്റ് ഓപ്പൺ എവിടെ കാണാം? ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിലും. ഓക്കെ, വേണമെങ്കിൽ ഡൈക്കോട്ട് മോണോകോട്ട് സ്റ്റെം എഴുതാം. കൺജോയിന്റ് ക്ലോസ്ഡിൽ എഴുതാം സെക്കൻഡറി ഗ്രോത്ത് ആബ്സെന്റ്, മറ്റെടുത്ത് എഴുതാം സെക്കൻഡറി ഗ്രോത്ത് പ്രസന്റ് എന്നും കൂടെ എഴുതാം. കേംബിയം ഉള്ളതുകൊണ്ട് സെക്കൻഡറി ഗ്രോത്ത് പ്രസന്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതൊന്നും വേണ്ട, 3 മാർക്കിനല്ലേ, ഇത്രയും മതിയടാ. നെക്സ്റ്റ്, the internal anatomy of dicot and monocot stem shows many differences. Mention any 4 differences. So monocot സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ഏറ്റവും പുറമേന്ന് തന്നെ പോവാം. എപ്പിഡെർമസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹൈപ്പോഡെർമസിൽ വ്യത്യാസമുണ്ട്. ഉള്ളിലേക്ക് വരുമ്പോൾ ഹൈപ്പോഡെർമസിൽ വ്യത്യാസമുണ്ട്. മോണോകോട്ടിന്റെ ഹൈപ്പോഡെർമസ് എങ്ങനെ? സ്ക്ലീറൻ കൈമ കൊണ്ടുള്ള ഹൈപ്പോഡെർമസ്. സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമസ് ആണ് ഇവർക്കുള്ള. ഡൈക്കോട്ടിനാണെങ്കിലോ കോളൻ കൈമ കൊണ്ടുള്ള ഹൈപ്പോഡെർമസ് ആണ്. സോ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമസ്. ഇനി ഡൈക്കോട്ടിന്റെ എൻഡോഡെർമസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർച്ച് ഷീത്ത് ഉണ്ട്. ഇവരുടെ എൻഡോഡെർമസ് ഹാസ് സ്റ്റാർച്ച് ഷീത്ത്. ഇവിടെ സ്റ്റാർച്ച് ഷീത്ത് ഉണ്ടോ? ഇവിടെ അങ്ങനൊന്നും ഇല്ല. സ്റ്റാർച്ച് ഷീത്ത് ആബ്സെന്റ്. ഇനി ഇവരുടെ ഗ്രൗണ്ട് ടിഷ്യൂ എങ്ങനെയാ? ഡൈക്കോട്ടില് വ്യക്തമായിട്ട് ഏതൊക്കെ ലെയർ എന്നുള്ള ഡിഫറൻഷിയേറ്റഡ് ആ. സോ ഇവരുടെ ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടാ കാണുന്നത്. ഇവിടെ ആണെങ്കിലോ ഇവരുടെ ഗ്രൗണ്ട് ടിഷ്യൂ അൺഡിഫറൻഷിയേറ്റഡ്. അങ്ങനല്ലേ? ചുമ്മാ കിടക്കുകയല്ലേ? അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടാ കാണാം. ഇനി ആ ഗ്രൗണ്ട് ടിഷ്യൂവിനകത്ത് ഈ അവരുടെ വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഡൈക്കോട്ടില് റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാ? റിംഗ് അറേഞ്ച്മെന്റ് ആ അല്ലേ? ഒരു റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഡൈക്കോട്ടിൽ കാണുന്നത്. മോണോകോട്ടിലാണെങ്കിലോ വാസ്കുലാർ ബണ്ടില് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. ബണ്ടില് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. ആ റിംഗ് അറേഞ്ച്മെന്റിലുള്ള എല്ലാ വാസ്കുലാർ ബണ്ടിലും നോക്കിയാൽ ഈക്വൽ സൈസിലല്ലേ? സോ വാസ്കുലാർ ബണ്ടിൽ യൂണിഫോം സൈസിലായിരിക്കും. ഇവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസോ നോൺ യൂണിഫോം സൈസിലായിരിക്കും അല്ലെ? നടുക്കുള്ളത് വലുതും സൈഡിലോട്ട് പോകുമ്പോൾ ചെറുതുമായിരിക്കും. നോൺ യൂണിഫോം സൈസിലായിരിക്കും. ഇനി ഇവരുടെ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയാ? കൺജോയിന്റ് ക്ലോസ്ഡ് ആയിട്ടാ മോണോകോട്ടിൽ അല്ലേ? ഇവിടെ ആണെങ്കിലോ കൺജോയിന്റ് ഓപ്പൺ ആയിട്ടാ. മതിടാ, 6 പോയിന്റ് ഇപ്പൊ തന്നെ ആയി. ഏതെങ്കിലും 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി ഡൈക്കോട്ടില് ബണ്ടിൽ ഷീത്ത് ആബ്സെന്റ് ആണ്. ബണ്ടിൽ ഷീത്ത് ആബ്സെന്റ് ആ ഡൈക്കോട്ടില്. മോണോകോട്ടിലാണെങ്കിൽ ബണ്ടിൽ ഷീത്ത് പ്രസന്റ് ആടാ. ബണ്ടിൽ ഷീത്ത് പ്രസന്റ് ആണ്.
7 എനിക്കിങ്ങനെ പിന്നെ പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിർത്താം. 7 പോയിന്റിൽ ഏതെങ്കിലും ഒരു 4 പറഞ്ഞേക്കുന്നത് അല്ലേ, ഒരു 4 ഏതെങ്കിലും എഴുതി വെച്ചേക്കണേടാ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലീഫ് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. തീർന്നു 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദി ലീഫ് അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. സോ ഡൈക്കോട്ട് ലീഫിന്റെയും മോണോക്കോട്ട് ലീഫിന്റെയും ലീഫ് അനാട്ടമി ഏതെങ്കിലും 3 പോയിന്റ് വീതം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡൈക്കോട്ട് ലീഫ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡോഴ്സി വെൻട്രൽ ലീഫ്. ഒന്ന് അത് എഴുതണം. ഡൈക്കോട്ട് ലീഫിന്റെ വേറൊരു പേര് ഇറ്റ് ഈസ് ഡോഴ്സി വെൻട്രൽ ലീഫ്. അതിനെ ഡോഴ്സി വെൻട്രൽ ലീഫ് എന്നാ വിളിക്കുക. മോണോക്കോട്ട് ലീഫിനെ എന്താ വിളിക്കുക? ഐസോ ബൈലാട്രൽ ലീഫ് എന്നാ വിളിക്കുക. ഐസോ ബൈലാട്രൽ ലീഫ് എന്നാ വിളിക്കുക. ഓക്കെ, ഇങ്ങനെ വിളിക്കാൻ കാരണം എന്തുകൊണ്ടാ? അതിന്റെ അപ്പറും ലോവറും സർഫസുകൾ കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നോണ്ടാ. ഡൈക്കോട്ട് ലീഫിൽ നോക്കിക്കഴിഞ്ഞാൽ മോർ സ്റ്റൊമാറ്റ അപ്പർ എപ്പിഡേമിസിലാണോ ലോവർ എപ്പിഡേമിസിലാണോ? ലോവർ എപ്പിഡേമിസിലാ. there more stomata in lower epidermis. അവരുടെ ലോവർ എപ്പിഡെർമിസിലാണ് മോർ സ്റ്റൊമാറ്റ. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ ഈക്വൽ സ്റ്റൊമാറ്റ ഓൺ ബോത്ത് എപ്പിഡെർമിസ്. ഈക്വൽ സ്റ്റൊമാറ്റ ഓൺ ബോത്ത് എപ്പിഡെർമിസ്. ഒരു അപ്പറിലും ലോവറിലും ഒക്കെ ഒരേ നമ്പർ ഓഫ് സ്റ്റൊമാറ്റ തന്നെയാണ്. ഇനി ഈ ഡൈക്കോട്ടിന്റെ അപ്പർ എപ്പിഡെർമിസിനോട് ചേർന്നുള്ള സെല്ലുകൾ, മീസോഫിൽ സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ? ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള എലോങ്ങേറ്റഡ് സെല്ലുകൾ, അതാണ് പാലിസൈഡ് മീസോഫിൽ. സോ ഇവരുടെ സോ മീസോഫിൽ സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്പർ ഇതിനോട് ചേർന്ന് പാലിസൈഡ് മീസോഫിലും ലോവർ എപ്പിഡെർമിസിനോട് ചേർന്ന് സ്പോഞ്ചി മീസോഫിലും. ഇവിടെ ആണെങ്കിലോ മീസോഫിൽ സെൽസ് ആർ ഓഫ് ഓൺലി 1 ടൈപ്പ്. ഒരു ടൈപ്പിലുള്ള മീസോഫിൽ സെല്ലുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. Suggest a method for identification of stem and root in plants based on the arrangement of protoxylem. So protoxylate ബേസ് ചെയ്ത് സ്റ്റെമ്മിലും റൂട്ടും എങ്ങനെ തിരിച്ചറിയാം? പ്രോട്ടോസൈലം വെച്ച് സ്റ്റെം ആണെങ്കിൽ എൻഡാർച്ച് ആയിട്ടായിരിക്കും പ്രോട്ടോസൈലം, റൂട്ട് ആണെങ്കിൽ എക്സാർച്ച് ആയിട്ടായിരിക്കും. ഇത് മാത്രം നോക്കിയാൽ മതി, കഴിഞ്ഞു. നെക്സ്റ്റ് നോട്ട്സ് വേണമെങ്കിൽ ഇവിടെ നോക്കുക. അയ്യോ, ഓക്കെ, നോട്ട്സ് വേണമെങ്കിൽ എവിടാ? താഴെ ലിങ്ക് ഉണ്ട്, മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ? കഴിഞ്ഞടാ. ഇത്രയേ ഉള്ളൂ 4 ചാപ്റ്റേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് സാധനവും എല്ലാ ഈച്ച് ആൻഡ് എവറി ടൈപ്പ്, ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും ഇനി വേറെ ടൈപ്പ് ചോദിക്കുവോ ചേച്ചി ഇത്രയൊക്കെ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അതിനകത്ത് വേണ്ട മെജോറിറ്റി കാര്യങ്ങളും മെജോറിറ്റി അറ്റ് മോസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 4 ചാപ്റ്റേഴ്സ് ഇതിനപ്പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഐ ആം ഡാം ഷുവർ. ചോദിക്കുവാണെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. എക്സാം കഴിഞ്ഞിട്ട് ഒന്ന് പറയണം ചേച്ചി അത്ര ചോദിച്ചുള്ളൂ, ഫുൾ വർക്ക് ഉണ്ട്, അത് ഓക്കെ ആണ്, പക്കാണ് എന്നൊക്കെ മെസ്സേജ് അയക്കണം. എക്സാം കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടണ്ടേ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ചേച്ചി ഭയങ്കര എളുപ്പമായിരുന്നു, ഞങ്ങളെല്ലാം എഴുതി പഠിപ്പിച്ചത് തന്നെ വന്നത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. സോ ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 4 ചാപ്റ്ററിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. എന്തെങ്കിലും ഉണ്ടോടാ? എനി ഡൗട്ട്, ഏതെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഭയങ്കര താങ്ക്സ് പറയട്ടെ. കാരണം ഈ രാത്രിയും വന്ന് ഈ ഡെഡിക്കേഷൻ കാണിച്ച് പഠിക്കുന്ന എന്റെ മക്കളുണ്ടല്ലോടാ, എടാ ഹാറ്റ്സ് ഓഫ്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇത്രയും ഡെഡിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. സീരിയസ് ആയിട്ട് എനിക്ക് ഇത്രയും ഡെഡിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. രാത്രി ഒന്നും ഉറക്കമൊഴിച്ച് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തതേ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം എന്തെങ്കിലും പഠിക്കുന്നത് കുറേശ്ശെ ഇങ്ങനെ പഠിച്ച് മാറ്റി വെക്കുമായിരുന്നു. അല്ലാതെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞൊന്നും ഞാൻ പഠിക്കത്തില്ല. ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ ക്ലാസ്സിന് പോകുന്നുണ്ട് അല്ലേ? +2 ക്ലാസ് സ്കൂൾ ഓൺ ഗോയിങ് ആണ്, ക്ലാസ് നടക്കുന്നുണ്ട്. +2 ആ ടോപ്പിക്കുകൾ പഠിക്കാനും സ്കൂളിൽ പോയാ അത് കഴിഞ്ഞ് വന്ന് ഇമ്പ്രൂവ്മെന്റ് പഠിക്കുന്നു. ശരിക്കും അടിപൊളിയടാ. എപ്പോഴെങ്കിലും
ഇതിനുള്ള നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയത്തില്ലേ, നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെയുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറയത്തില്ലേ? കിട്ടും. എപ്പോഴാ? ഈ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് ഒന്ന് കിട്ടട്ടെ. ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഈ രാത്രി ഇങ്ങനെ ഇരുന്ന് ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ വന്ന് ചുമ്മാ ചാറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കുന്ന, എന്റെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് റിപ്ലൈ തരുന്ന ഈ മക്കള് ഉറപ്പായിട്ടും കാണും, ഫുൾ മാർക്ക് കാണും. എടാ ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിക്കും ഫുൾ മാർക്ക് കാണും നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ എക്സാം ആയതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനൊക്കെ കാണും, ഒബ്വിയസ്ലി കാണും, അതെനിക്കറിയാം. ഒരു ചെറിയ ടെൻഷൻ കാണുമെന്ന്. ടേക്ക് ഇറ്റ് ഈസി. കിട്ടുവാടാ, ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് കിട്ടില്ല എന്നൊന്നുമല്ല, നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഒരു മാർക്ക് പോലും നമുക്ക് പോകത്തില്ല. നമ്മൾ പിന്നെയും പഠിക്കല്ലേ ഇത്. സോ നമ്മള് ഒരു വട്ടം കൂടി നമ്മളെ അറിവ് കൂടത്തേ ഉള്ളൂ. എന്തായാലും ഒരു സാധനം പഠിച്ചു രണ്ടാമത്തെ വട്ടം പഠിക്കാൻ നേരത്ത് നമുക്ക് അതിൽ കൂടുതൽ കിട്ടത്തതേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ എക്സാം ഇടുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടത്തതേ ഉള്ളൂ. അതേക്കുറിച്ച് ടെൻഷൻ അടിക്കണം. നമുക്ക് നന്നായിട്ട് മാർക്കൊക്കെ കിട്ടും കേട്ടോ. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, വയറ് നിറച്ച് ഫുഡൊക്കെ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക നന്നായിട്ട്. ഭയങ്കര ടയേർഡ് ആവും ഇപ്പോൾ. സോ ആ സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. ഉറക്കം ഒഴിച്ചിങ്ങനെ ഉറങ്ങാതൊന്നും പഠിക്കണ്ട, ഉറങ്ങുക, സമാധാനമായിട്ട് ഉറങ്ങുക. സോ എക്സാമിനൊക്കെ പോവാൻ നേരത്തും ഫുൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് പോവുക. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം. ആ 6 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയിട്ട് പോവാ. പഠിച്ച സാധനങ്ങളെല്ലാം റീകളക്ട് ചെയ്യണ്ടേ. ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നൊരു മന്ദതയായിരിക്കും. ഈശ്വര എന്താന്നുള്ളൊരു മന്ദതയായിരിക്കും. അത് വരരുത്. നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഞാൻ പോയി അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി ഫുൾ മാർക്ക് മേടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ പഠിക്കുക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ ഇപ്പൊ ഈ ചാപ്റ്ററിൽ? ഉണ്ടോടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ആ മിസ് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞ് ദിന ഫാത്തിം ചോദിച്ചു. എന്താടാ ഡൗട്ട്? പ്ലീസ് അപ്ലോഡ് ദ PYQ PDF ഫാസ്റ്റ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ പറഞ്ഞേക്കാം. ഞാൻ ഒന്ന് ഇവിടെ ഇറങ്ങി കൊടുത്താൽ അവർ അപ്പം അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എടാ ഡൗട്ട് ഒരാൾ ചോദിച്ചു, എന്താ ഡൗട്ട് എന്ന് മാത്രം അവള് പറഞ്ഞിട്ടില്ല. ഡൗട്ട് ഇല്ല, നോ ഡൗട്ട്. ഓക്കെ ഓക്കെടാ. സോ നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്താലോ? റെഡിയാ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട് ഉണ്ട്? എന്താ ഡൗട്ട് ഉള്ളത്? ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കേ. ഡൗട്ട് ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് പറയാം. നമുക്ക് അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോവാം. എന്തിനാടാ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു വിടല്ലേ. റൈറ്റ്സോയിഡ്സിന് പകരം ഫൂട്ട് എഴുതിയാൽ മതിയോ മിസ്? ഒരിക്കലും ഇല്ല. റൈറ്റ്സോയിഡ്സിന് പകരം ഫൂട്ട് എന്ന് എഴുതിയാൽ മാർക്കേ കിട്ടില്ല. ഫൂട്ട് വേറെ, ഫൂട്ട് വേറെ. ഫൂട്ട് സ്പോറോഫൈറ്റിന്റെ ഒരു പാർട്ടാണ്. ഫൂട്ട് സ്പോറോഫൈറ്റിന്റെ പാർട്ട്, റൈസോയിഡ് ഗാമറ്റോഫൈറ്റിന്റെ പാർട്ടാ. സോ ആ റൂട്ട് പോലെ ഇരിക്കുന്ന ആ പോർഷനെ റൈസോയിഡ് എന്ന് തന്നെ എഴുതണം. റൂട്ട് ഒന്നും എഴുതരുത്. റൂട്ട് അല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചറാ. സോ റൈസോയിഡ് എന്ന് തന്നെ എഴുതണം. ഫൂട്ട് എന്നൊന്നും എഴുതേ ചെയ്യരുത് കേട്ടോ. ചിന്തിക്കുക പോലും ചെയ്യരുത് റൂട്ട് എന്ന് എഴുതുന്നത്. ഓക്കെ ഓക്കെ, ഡൺ, ക്ലിയർ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങള്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ എങ്ങനെ കാലൊക്കെ പെരുത്തി ഇരുന്നിരുന്നിട്ടൊക്കെ വൈൻഡപ്പ് ചെയ്യാം. സ്ക്രീനൊക്കെ ഓഫ് ആയല്ലേ, പിന്നെ ചെയ്തു. ഓക്കെ, സോ അടുത്ത എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കാണാം, അല്ല എക്സാമിന്റെ ലൈവിന് കാണാം. എക്സാമിന്റെ ലൈവിന് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എനിക്ക് പോസ്റ്റിങ് കാഷ്വാലിറ്റി പോസ്റ്റിങ് അപ്പോൾ വരാൻ പാടായിരിക്കും. നോക്കാം. നന്നായിട്ട് പഠിക്കാം. ബൈ, സീ യു.